ആ സീരീസ് തുടരുകയാണ്. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ എന്ന ടൈറ്റിലോടെ യേശുവിൻ്റെ ശ്രേഷ്ഠത എബ്രായ ലേഖന കർത്താവ് ആവർത്തിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാം വാക്യത്തിലേക്കും അതോടൊപ്പം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ ഇന്ന് പകൽ നമുക്ക് തിരിക്കാം. എബ്രായ ലേഖനം 12-24 വായിച്ചതിനു ശേഷം, അതെ സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ബൈബിളിലുള്ളവർ എടുക്കുക, ഇല്ലെങ്കിൽ ആ സ്ക്രീനിൽ നോക്കിയാടെ. കിട്ടിയെങ്കിൽ ആമീൻ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് വായിച്ചാടെ. കിട്ടിയെങ്കിൽ ആമീൻ പറഞ്ഞ് യെസ്, നമുക്ക് ഒരുമിച്ച് വായിക്കാം. പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചർച്ചിലേക്ക് മാത്രമല്ല. ഇന്ന് പകൽ നിങ്ങൾ വന്നിരിക്കുന്നത് വിശ്വാസ സമൂഹത്തിൻ്റെ അരികിലേക്ക് മാത്രമല്ല. പകരം പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ഗുണകരമായ കാര്യങ്ങളെ സംസാരിക്കുന്ന രക്തത്തിൻ്റെ അടുക്കലേക്ക് അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഗുണകരമായ കാര്യങ്ങളെ സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സംസാരിക്കുന്ന രക്തം. കേട്ടില്ല? ഒരിക്കൽ കൂടെ യെസ്, ഒരു ശബ്ദം നിങ്ങൾക്കായി സംസാരിക്കുന്നു. ഇന്ന് ജീവിച്ച് നാളെ മരിക്കുന്ന മന്ത്രിയും തന്ത്രിയുമല്ല, പകരം യേശുവിൻ്റെ രക്തം. ഓ കമാൺ, നിങ്ങൾ എക്സൈറ്റഡ് അല്ല? നിങ്ങൾക്ക് അല്പം പോലും സന്തോഷമല്ല? കമാൺ, യേശുവിൻ്റെ രക്തം നിങ്ങൾക്കായി സംസാരിക്കുന്നു. യേശുവിൻ്റെ രക്തം നിങ്ങൾക്കായി സംസാരിക്കുന്നു. ഗ്യാരണ്ടിയായി പറയുന്നു, യേശുവിൻ്റെ രക്തം നിങ്ങൾക്കായി സംസാരിക്കുമ്പോൾ ശത്രുവിൻ്റെ വായ് അടയും, ശത്രു നിശബ്ദനാകും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ജനസിസ് the 4th chapter verses 1 to 10. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. പുതിയ നിയമത്തിലല്ല, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ശബ്ദം ഉയർത്തി വായിക്കാം. അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. യഹോവയായ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ തൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനും ആയിത്തീർന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിനും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാറേ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്തുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. എന്നാറേ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്ന്. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന് കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ അരുളി ചെയ്യുന്നത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. ടുഡേ ദ ടൈറ്റിൽ സ്പീക്കിംഗ് ബ്ലഡ്, സംസാരിക്കുന്ന രക്തം. കമാൺ, ഒരിക്കൽ കൂടെ, സ്പീക്കിംഗ് ബ്ലഡ്, സംസാരിക്കുന്ന രക്തം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ രക്തം?
സംസാരിക്കുന്ന രക്തം. എബ്രായർ 12:24 പറയുന്നു, ഗുണകരമായ രക്തം. ദ ബ്ലഡ് വിച്ച് ഈസ് സ്പീക്കിംഗ് ബെറ്റർ തിങ്സ്. ഗുണകരമായ രക്തം. എബ്രായ ലേഖന കർത്താവ് സ്തോത്രം അതെ ഏറ്റവും കുറഞ്ഞത് 12 ശ്രേഷ്ഠമായ കാര്യങ്ങളെയാണ് പറയുന്നത്. 10 ദൂതുകൾ ഓൾറെഡി നമ്മൾ കേട്ടു. സ്തോത്രം അതെ യേശു കർത്താവ് അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഏറ്റവും വലിയ സ്തോത്രം യഹൂദ ചരിത്രത്തിലെ 2ാമത്തെ വലിയ പ്രവാചകനായ മോശയേക്കാൾ ഒന്നാമനാകുന്ന യേശു വലിയവനാണ്. യോശുവേക്കാൾ യേശു കർത്താവ് വലിയവനാണ്. മൽക്കിഷേദക്കിനേക്കാൾ യേശു കർത്താവ് വലിയവനാണ്. അഹരോനേക്കാൾ യേശു വലിയവൻ. പഴയ നിയമത്തെക്കാൾ യേശു വലിയവൻ. ടാബർനാക്കിൾ അഥവാ സ്തോത്രം സമാഗമന കൂടാരത്തെക്കാൾ യേശു വലിയവനാണ്. സമാഗമന കൂടാരത്തിൽ 5 യാഗങ്ങളുണ്ട്. പക്ഷേ യേശു കർത്താവിൻ്റെ പരമയാഗം പഴയ നിയമത്തിലെ 5 യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. കഴിഞ്ഞ ആഴ്ച ഗംഭീരമായി നമ്മൾ കേട്ടു. സ്തോത്രം he is greater than the heroes of faith. പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരെക്കാൾ യേശു വലിയവനാണ്. സ്തോത്രം. അടുത്ത് ആക്ച്വലി പറയേണ്ടത് സ്തോത്രം അതെ കൈപ്പണി അല്ലാതെ ദൈവം സൃഷ്ടിച്ചതായ ദൈവം പണിയുന്നതായ പട്ടണം സ്തോത്രം വലുതാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സീസണിൽ ഈ ദിവസങ്ങളിൽ ആ ദൂതിനെ ഓവർടേക്ക് ചെയ്ത് ഈ ആഴ്ചയിൽ പിന്നെയും കർത്താവിന് ഈ സംസ്ഥാനത്ത് ചിലതെല്ലാം പൊളിച്ചെടുക്കാനുള്ളത് കൊണ്ട് ഈ 13-ാം തീയതിക്കകത്ത് ചില ഫയലുകൾ, ശത്രുവിൻ്റെ ചില ഫയലുകൾ ക്ലോസ് ചെയ്ത് അവൻ്റെ അജണ്ടകളെ കർത്താവിന് മാറ്റാനുള്ളത് കൊണ്ട് സ്തോത്രം. ഇന്ന് പകൽ നാം കേൾക്കുന്ന ദൂത് ഇതാണ്. ദ ബ്ലഡ് വിച്ച് ഈസ് സ്പീക്കിംഗ് ബെറ്റർ തിങ്സ് ദാൻ ദാറ്റ് ഓഫ് ദ ബ്ലഡ് ഓഫ് ഏബൽ. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതായ രക്തം. ആട്ടുകൊറ്റന്മാരുടെ രക്തത്തെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നു. കാളക്കുറ്റന്മാരുടെ രക്തത്തെക്കുറിച്ച് പറയുന്നു. പല ആൾക്കാർക്കും സ്തോത്രം ക്രിസ്ത്യാനിറ്റിയിലേക്ക് പലപ്പോഴും കടന്നു വരുവാൻ മടിച്ചതിൻ്റെ പ്രധാനപ്പെട്ടതായ കാര്യമെന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലഡി റിലിജിയൻ. സ്തോത്രം രക്തത്താൽ പൊതിഞ്ഞിരിക്കുന്നതായ അതെ ഒരു വിഭാഗമത്രേ ഇത്. രക്തത്താൽ പൊതിഞ്ഞിരിക്കുന്നതായ ഒരു വിഭാഗം. എന്നാൽ ഞാൻ ഓർക്കുന്നു സ്തോത്രം അതെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ദാസന്മാർ കാത്തിരിപ്പ് യോഗമെന്ന് പറയുന്നതായ ഒരു യോഗത്തിന് പെന്തക്കോസ്റ്റൽ ചർച്ചസിൽ വരുമായിരുന്നു. ഇന്ന് പലപ്പോഴും അത് കാണുവാനില്ല. ഇന്ന് കാത്തിരിപ്പാൻ ജനത്തിന് സമയമില്ല. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ ജനത്തിന് സമയമില്ല. ഇന്ന് ഡിജിറ്റൽ സ്ക്രീനിൽ കുനിഞ്ഞിരിക്കാനാണ് സമയം. സ്തോത്രം കാത്തിരിക്കാൻ സമയമില്ല. പക്ഷേ അന്ന് ആ പ്രത്യേക യോഗങ്ങളിൽ മാങ്ങാന ജോസഫ് ആകട്ടെ വരിവന യോനാച്ചനാകട്ടെ അവിടെ തുവാലുകൾ കറക്കി രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം എന്ന് പറയുമ്പോൾ നൂറുകണക്കിന് ജനത്തിലേക്ക് ആത്മാവിൻ്റെ തീ അതേ വീണ് പകരപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു പ്രോസ്പെരിറ്റി ശബ്ദമല്ല. ദ ഓൾഡ് ഫാഷൻ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ പഴയ പദ്ധതിയായി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല, തീർന്നു പോയിട്ടില്ല. യേശുവിൻ്റെ രക്തം ഗുണകരമായ കാര്യങ്ങളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കായി സംസാരിക്കുന്നു. യേശുവിൻ്റെ രക്തം നിൻ്റെ കുടുംബത്തിനായി സംസാരിക്കുന്നു. യേശുവിൻ്റെ രക്തം നിൻ്റെ തലമുറയ്ക്കാം നിൻ്റെ ഭാവിക്കുമായി യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ സമയം മുതൽ നമ്മൾ നോക്കുന്നതായ സമയത്ത് മിക്കവാറും എല്ലാറ്റിൻ്റെ ആരംഭമായിരുന്നു ഉൽപ്പത്തി പുസ്തകം. ഒന്നാമത്തെ സൃഷ്ടി നടന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഒന്നാമത്തെ കുടുംബത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഒന്നാമത്തെ പാപം ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഒന്നാമത്തെ സ്തോത്രം യാഗം ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഒന്നാമത്തെ ആടിൻ്റെ കരച്ചിൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. സ്തോത്രം അതെ ഒന്നാമത്തെ കുലപാതകം അതെ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പക്ഷെ ഞാൻ ദൈവകൃപയാൽ പറയട്ടെ, ദൈവം പ്രശ്നങ്ങളെ കുരുക്കുന്നവനല്ല. അതെ മനുഷ്യനും ലോകം ഇട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവനാണ് ദൈവം.
ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കുരുക്കുകൾ ഇട്ടിരിക്കുന്നു എങ്കിൽ, ഒരിക്കൽ കൂടെ, ഏതെങ്കിലും വിഷയങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കുരുക്കുകൾ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നുവെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഈ മണിക്കൂറുകൾ ആ കുരുക്കുകളെ അഴിച്ച് പരിഹാരം നൽകുന്നവനാണ് കർത്താവ്. അവൻ പ്രോബ്ലംസിൻ്റെ ദൈവമല്ല, അവൻ പരിഹാരങ്ങളുടെ കർത്താവ്. സ്തോത്രം. അത് ആദമും ഹവ്വയും ദൈവത്തിന് മുൻപിൽ പാപം ചെയ്തു. ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി ദൈവം അവർക്ക് നിർമ്മിച്ചു കൊടുത്തതായ സ്തോത്രം ആ കോട്ടിട്ട് നഗ്നത മറച്ച് ആ വസ്ത്രത്താൽ പുതിയപ്പെട്ടവരായി അവർ പുറത്തേക്ക് കടന്നു വന്നു. എന്നാൽ അതേ സമയത്ത് സ്തോത്രം ആ കുടുംബത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ദ സീഡ് ഓഫ് ദ വുമൻ ഈസ് ഗോയിങ് ടു ട്രാപ്പിൾ ദ ഹെയർ ഓഫ് ദ സെർപ്പന്റ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. നീ മാറിയാലും ദൈവത്തിൻ്റെ മനസ്സ് മാറുന്നില്ല. നീ മാറിയാലും നിന്നെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതി മാറുന്നതേ ഇല്ല. സ്തോത്രം. ആദാം തൻ്റെ ഭാര്യ ഹവ്വയെ പരിഗ്രഹിച്ചു. സ്തോത്രം. അതെ, മൂത്ത മകൻ കയീനായും രണ്ടാമത്തെ മകൻ ഹാബേലായും ജനിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. സ്തോത്രം. മിക്കവാറും തിയോളജിയന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, ആദാം തൻ്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു എന്ന് ഒറ്റ പ്രാവശ്യത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് മിക്കവാറും വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നു, സ്തോത്രം, കയീനും ഹാബേലും അവർ ഇരട്ട കുട്ടികളായിരുന്നു എന്ന് പറയുന്നവരുണ്ട്, എന്ന് വാദിക്കുന്നവരുണ്ട് തിയോളജിയന്മാർ. അവർ ഇരട്ട കുട്ടികളായിരുന്നു, ഒറ്റ പ്രസവത്തിലായിരുന്നു 2 കുഞ്ഞുങ്ങളും ജനിച്ചത് എന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ സ്തോത്രം, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് 12:30 വരെ തല പുകയേണ്ട കാര്യമില്ല. കാരണം അവിടെ ഞാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. നിങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കും അറിയത്തില്ല. പക്ഷേ ഒരു ദൂത് പറയാം. സ്തോത്രം. അതെ, മൂത്തവനെയല്ല രണ്ടാമത്തവനെ ദൈവം അനുഗ്രഹിച്ചു. മൂത്തവനെയല്ല രണ്ടാമത്തവനെ ദൈവം അനുഗ്രഹിച്ചു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്തോത്രം. ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഒരേ വീട്ടിൽ നിന്നാണ് പുറപ്പെട്ടത്, ഒരേ അന്തരീക്ഷത്തിൽ അവർ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്, അവർ കഴിച്ച ആഹാരം ഒന്നാണ്. പക്ഷേ അവരുടെ ജീവിതം 2 ദിശകളിൽ ആയിപ്പോയി. ഒരിക്കൽ കൂടെ സ്തോത്രം. ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, അവർ ജനിച്ചു വളർത്തപ്പെട്ട ഒരേ വീടിലാണ്, അവർ കളിച്ചു വളർന്നത് ഒരുമിച്ചാണ്, അവർ ഭക്ഷിച്ച ആഹാരം ഒന്നാണ്. പക്ഷേ അവരുടെ ജീവിതം 2ആയിപ്പോയി. സ്തോത്രം. അതെ, തിരുവചനം പറയുന്നു, അവർ 2 പേരും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ യാഗം കഴിപ്പാൻ വേണ്ടി കടന്നു വന്നു. ആരായിരിക്കും യാഗം കഴിപ്പിക്കേണ്ടതിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തത്? ടീച്ചറും പാസ്റ്ററും പ്രൊഫസറും അല്ല അവർക്ക് എങ്ങനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു കൊടുത്തത്. തിരുവചനം സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാൽ മാതാപിതാക്കളാണ് മക്കൾക്ക് എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ദൈവത്തെ സേവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. മാതാപിതാക്കൾ നാട്ടുകാരെയല്ല നന്നാക്കേണ്ടത്, മാതാപിതാക്കൾ മക്കളെയാണ് നന്നാക്കേണ്ടത്. ആദാം പറഞ്ഞു കൊടുത്ത് കാണും സ്തോത്രം എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന്. പക്ഷേ സ്തോത്രം ആ 2 കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ, കയീനെയും ഹാബേലിനെ നോക്കുമ്പോൾ അവരുടെ പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകം വളരെ വിശദമായി സംസാരിക്കുന്നില്ല. അവർ ഉയരമുള്ളവരാണോ, ഉയരം കുറഞ്ഞവരാണോ, അവർ വണ്ണം കൂടിയവരാണോ, അവർ മെലിഞ്ഞവരാണോ, അവർ കറുത്തവരാണോ, അവർ വെളുത്തവരാണോ, അവർ ചുരുണ്ട മുടിയുള്ളവരാണോ, ഇല്ല സ്ട്രെയിറ്റ് ഹെയർ നീളം മുടിയുള്ളവരാണോ, അവർ സ്തോത്രം എങ്ങനെയുള്ളവരാണ് എന്ന് സ്തോത്രം വേദപുസ്തകം പറയുന്നില്ല. കാരണം അത് നമ്മൾ കേട്ടിട്ട് ആവശ്യമില്ല. പക്ഷെ അവിടെ തൊഴിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ എന്താണ് ചെയ്തത്? അവിടെ തൊഴിലിനെ കുറിച്ച് പറയുന്നു. തിരുവചനം പറയുന്നു, കയീൻ വന്നിട്ട് കൃഷിക്കാരനാണ്, ഹാബേൽ വന്നിട്ട് ഇടയനാണ്. കയീൻ വന്നിട്ട് കൃഷിക്കാരനാണ്, ഹാബേൽ വന്നിട്ട് സ്തോത്രം ഇടയനാണ്. കയീൻ സ്തോത്രം കൃഷിക്കാരനാണ്, ഭൂമിയിൽ അവൻ കൃഷി ചെയ്യുകയാണ്. പക്ഷേ ഓൾറെഡി ഭൂമി സ്തോത്രം ശാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. ഭൂമി എന്ന പ്ലാറ്റ്ഫോമിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട്, ദൈവം ഭൂമിയെ ശപിക്കുകയുണ്ടായി. ദൈവം ഭൂമിയെ നോക്കി പറഞ്ഞു, പറക്കാരിയും മുള്ളും ഈ ഭൂമിയിൽ നിന്ന് വളരുമെന്ന്. സ്തോത്രം. അതേ, ദൈവം ശപിച്ചതായ ഭൂമിയിൽ നിന്ന്, ആ ശാപം നിറഞ്ഞിരിക്കുന്ന ശപിക്കപ്പെട്ട ഭൂമിയിൽ പണിയെടുക്കുന്നവരാണ് അതേ കയീൻ. എന്നാൽ സ്തോത്രം ഹാബേൽ അങ്ങനെയല്ല. ദൈവം ഓൾറെഡി അനുഗ്രഹിച്ചതായ ആടിൻ്റെ മാടിനിൽ നിന്ന്
അന്നും സ്തോത്രം ആടിനെയും മാടിനെയും അതേ മേയ്ക്കുന്നതായ ഒരു ഇടയനായിരുന്നു ഹാബേൽ. സ്തോത്രം. കയീൻ അങ്ങനെയല്ല, അവൻ ശാപത്തിൽ പണിയെടുക്കുന്നു. അർത്ഥം അവൻ ഒരു മതത്തിന് തത്തുല്യമായി അവനെ മതത്തെ പ്രതിനിധീകരിച്ച് നിൽക്കുകയാണ്. മതമല്ല ക്രിസ്ത്യാനിറ്റി, മാർഗമാണ് ക്രിസ്ത്യാനിറ്റി. നിങ്ങൾ മതത്തെയല്ല പ്രതിനിധീകരിക്കേണ്ടത്, മാർഗത്തെയാണ് പ്രതിനിധീകരിക്കേണ്ടത്. മതമാണെങ്കിൽ ചട്ടക്കൂടുകളായിരിക്കാം, മതമാണെങ്കിൽ കുറച്ച് നിയമങ്ങളായിരിക്കാം. എന്നാൽ ക്രിസ്തീയ ജീവിതം കുറച്ച് നിയമങ്ങളിലല്ല. ഇന്ന് പകലും യേശുവിലുള്ള അനുഭവമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. യേശുവിനെ അനുഭവിപ്പാൻ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്. സോ കയ്യൻ വന്ന് മതത്തെ റെപ്രസെൻ്റ് ചെയ്ത് സ്തോത്രം ഭൂമിയിൽ അവൻ വേല ചെയ്യുകയാണ്. എന്നാൽ ഹാബേൽ വന്നിട്ട് അങ്ങനെയല്ല, അവനൊരു ഇടയനാണ്, അവനൊരു ഇടയനാണ്. സോ എനിക്ക് മനസ്സിലായത് ഹാബേൽ അവൻ യേശു കർത്താവിന് ഫോർ ഷാഡോയാണ്, യേശു കർത്താവിൻ്റെ നിഴലാണ് ഹാബേൽ. കാരണം യേശു കർത്താവ് പറഞ്ഞു യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ഞാൻ നല്ല ഇടയൻ, ഞാൻ നല്ല ഇടയൻ. എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ അവൻ വലിയ ഇടയൻ. പത്രോസ് പറയുന്നു അവൻ ശ്രേഷ്ഠ ഇടയൻ. ഓ കമാൺ, നിങ്ങൾ മിണ്ടുന്നില്ല. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഇടയൻ, അവൻ വലിയ ഇടയൻ, അവൻ ശ്രേഷ്ഠ ഇടയൻ. യേശു നിങ്ങൾക്ക് നല്ല ഇടയൻ, അവൻ വലിയ ഇടയൻ, അവൻ ശ്രേഷ്ഠ ഇടയൻ. അപ്പുറത്ത് ചെന്നായി ഉണ്ടായിരിക്കാം, അപ്പുറത്ത് ദുഷ്ടമൃഗം ഉണ്ടായിരിക്കാം, പക്ഷെ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയ ഒരുവൻ നല്ല ഇടയനായി നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നല്ല ഇടയനാണ്, അവൻ ശ്രേഷ്ഠ ഇടയനാണ്, അവൻ വലിയ ഇടയനാണ്. ഓ ഹല്ലേലൂയ. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി പറ, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. സ്തോത്രം. തിരുവചനം പറയുന്നു അത് യേശു കർത്താവ് നല്ല ഇടയനാണ്. സോ കയീൻ, സ്തോത്രം, കയീൻ വന്നിട്ട് അതേ നിലത്ത് ജോലി ചെയ്യുന്ന ഒരു കൃഷിക്കാരനായിരിക്കുമ്പോൾ ഹാബേൽ അവനൊരു ഇടയനാണ്. ഇതാ ആരാധന സമയം കടന്നു വന്നപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തെ സന്നിധിയിൽ യാഗം കഴിപ്പാൻ വേണ്ടി കടന്നു പോകുന്നതായി വേദപുസ്തകം പറയുന്നു. സ്തോത്രം. ഒരാൾ വന്നിട്ട് തൻ്റെ നിലത്തിലെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് ആ യാഗപീഠത്തിൽ വെക്കുന്നു. മറ്റൊരാൾ അവണ്ണമല്ല, താൻ ഇടയനായതുകൊണ്ട് ഒരാടിനെ, നിശ്ചയമായും ആടിനെ കൊന്ന് തൻ്റെ യാഗപീഠത്തിൽ വെക്കുന്നു. സ്തോത്രം. ചിന്തിച്ചാട്ടെ, നിങ്ങളുടെ മനസ്സിൻ്റെ തിയേറ്റർ തുറന്ന്, ഹലോ, നിങ്ങളുടെ മനസ്സിൻ്റെ തിയേറ്റർ തുറന്ന് രണ്ട് യാഗപീഠങ്ങളെ നോക്കിയാട്ടെ. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ഒരു യാഗപീഠം ഇതാ ഫ്ലവേഴ്സ് കൊണ്ട്, പൂക്കളെ കൊണ്ട്, ധാന്യത്തെ കൊണ്ട്, കറ്റകളെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഒരു യാഗപീഠം ഇതാ പൂക്കളെ കൊണ്ട്, കൃഷിക്കാരൻ്റെ പൂക്കളെ കൊണ്ട്, കൃഷിക്കാരൻ്റെ ധാന്യത്തെ കൊണ്ട്, കൃഷിക്കാരൻ്റെ കറ്റകളെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് പല സഭകളും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഓ കമാൺ, ടോക്ക് ടു മീ. ഇന്ന് പല മിനിസ്ട്രികളും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന, ഇന്ന് പലരുടെ ആത്മീയവും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന. കമാൺ, ഹല്ലേലൂയ. എന്നാൽ ദൈവം ഇന്ന് പകൽ നോക്കുന്നത് ഡെക്കറേഷൻ അല്ല. ഓ ഞാനിങ്ങനെ പറയും, മനുഷ്യന്റെ ഗ്ലാമർ കൊണ്ടുള്ള ഡെക്കറേഷൻ അല്ല ദൈവം നോക്കുന്നത്. ദൈവം ഇറങ്ങി വരുന്നത് നിന്റെ ഡെക്കറേഷൻ കണ്ടിട്ടല്ല. കാരണം സ്വർഗം ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡെക്കറേഷൻ. നിനക്ക് ചിന്തിപ്പാൻ കഴിയാത്ത ക്രമത്തിൽ മേഘങ്ങളെ കൊണ്ട്, തേജസ് കൊണ്ട്, മഹത്വം കൊണ്ട്, തൻ്റെ മഹത്വത്താൽ നിറച്ചിരിക്കുന്ന സ്ഥലമാണ് അതേ സ്വർഗം. നമ്മളെത്ര ചമഞ്ഞാലും, നമ്മളെത്ര ചമയിപ്പിച്ചാലും ദൈവത്തിൻ്റെ കോടിയുടെ ഒരു കോട് പോലും നമുക്കാക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം പ്രസാദിപ്പിക്കണമെങ്കിൽ എൻ്റെ ആത്മീയം, നിന്റെ ആത്മീയം, എൻ്റെ ശുശ്രൂഷ, നിന്റെ ശുശ്രൂഷ ഡെക്കറേഷൻ ആകല്ല, പകരം സാക്രിഫൈസ് ആകണം. Come on, hallelujah. Yes. കരുവാ. ഡെക്കറേഷൻ അല്ല. ദൈവം ചോദിക്കുന്നു സാക്രിഫൈസ് ആകണം. ഇന്ന് പല സഭകളും പല കൺവെൻഷനും ഡെക്കറേഷൻ ആയപ്പോൾ ആ അച്ചാച്ചനെ, ഈ അമ്മാമ്മയെ, മറ്റേ അമേരിക്ക, ഈ ഗൾഫിനെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുമ്പോൾ ദൈവം തേടുന്നത് ഡെക്കറേഷൻ അല്ല. ദൈവം തേടുന്നത് സാക്രിഫൈസ് അത്രേ. കമോൺ, ത്യാഗമത്രേ. ദൈവം തേടുന്നത് അതേ യാഗമത്രേ. ഒരുത്തൻ്റെ യാഗപീഠത്തിൽ ധാന്യങ്ങളുടെ, കറ്റകളുടെ, ഫ്ലവേഴ്സിൻ്റെ, പുഷ്പങ്ങളുടെ ഡെക്കറേഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ മറ്റവൻ്റെ
യാഗപീഠത്തിൽ ഇതാ സ്തോത്രം ഒരു യാഗം നടന്നിരിക്കുന്നു. അവൻ്റെ യാഗപീഠത്തിൽ ഒരു കരച്ചിൽ ഉയർന്നിരിക്കുന്നു. സ്തോത്രം. അവൻ്റെ യാഗപീഠത്തിൽ വില കൊടുത്ത് ഒരു മൃഗം, ഒരു ആട് ഇതാ കൊല്ലപ്പെട്ട് കിടക്കുന്നു. ആ കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ ആടിൽ നിന്ന് ഒഴുകുന്നതായ രക്തം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആത്മീയം എങ്ങനെ ഇരിക്കുന്നു? നിന്റെ പാട്ട്, നിന്റെ കയ്യടി, നിന്റെ പ്രാർത്ഥന അത് വെറും പൊള്ളയായ ഡെക്കറേഷൻ ആണോ? അയ്യോ, ആരോ എന്നെ തുറച്ചു നോക്കി, ആർക്കോ ഇഷ്ടപ്പെട്ടില്ല. കമാൺ കമാൺ കമാൺ. ഹല്ലേലൂയ. ഓ, നിന്റെ ചർച്ച്, നിന്റെ പ്ലാറ്റ്ഫോം, നിന്റെ ശുശ്രൂഷ, നിന്റെ സാക്ഷ്യം, നിന്റെ പ്രസംഗം കുറച്ച് ഡെക്കറേഷൻ ആണോ? കുറച്ച് ഡെക്കറേഷൻ ആണോ നീ നിൽക്കുന്നത്? കർത്താവേ കാത്തോളണേ, അടുത്ത ആഴ്ച ആരും വരത്തില്ലപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ പ്രസംഗിച്ച വളരൂല. എന്ത്? പിശാച് യേശുവിൻ്റെ നാമത്തിൽ. പുസ്തകം പറയുന്നത് പറയട്ടെ, പുസ്തകം പറയട്ടെ. പുസ്തകം പറയുന്നു ഡെക്കറേഷൻ അല്ല, ആളുപിടുത്തമല്ല, ആളുപിടുത്തമല്ല, ഡെക്കറേഷൻ അല്ല. ദൈവം നോക്കുന്നത് ത്യാഗമുണ്ടോ? വില കൊടുത്തിട്ടുണ്ടോ? സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്തിട്ടുണ്ടോ? ദൈവവേലയ്ക്ക് വേണ്ടി വില കൊടുത്തിട്ടുണ്ടോ? ഉണർവിന് വേണ്ടി വില കൊടുത്തിട്ടുണ്ടോ? അഭിഷേകത്തിന് വേണ്ടി വില കൊടുത്തിട്ടുണ്ടോ? മുറിവേറ്റിട്ടുണ്ടോ? മുറിവുണ്ടോ? രക്തമുണ്ടോ? ഓ, ആ മുറിവില്, ആ ത്യാഗത്തില്, ആ രക്തത്തിലാണ് ദൈവം ഇറങ്ങി വന്നത്. എബ്രായലേഖനം 11 തിരുവചനം പറയുന്നു, സ്തോത്രം, കയീനേക്കാൾ ഹാബേൽ കർത്താവിന് ഉത്തമമായി യാഗം കഴിച്ചു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഉത്തമമായി യാഗം കഴിച്ചു. ഉത്തമമായി യാഗം കഴിച്ചത് കൊണ്ടാണ് ഉത്തമമായി യാഗം കഴിച്ചത് കൊണ്ടാണ് തൻ്റെ സഹോദരന് ലഭിക്കാത്തതായ അനുഗ്രഹം ദൈവത്തിൻ്റെ കൃപയാൽ ആർക്ക്? സ്തോത്രം, അതെ, ഹാബേലിന് ലഭിച്ചത്. ഉത്തമമായ യാഗം. ഇന്നും ദൈവകൃപയാൽ വില കൊടുത്ത് കണ്ണുനീരിലും വ്യഥയിലും പരിഹാസത്തിലും നിന്ദയിലും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനായി കുടുംബത്തിന് തടുക്കാൻ കഴിയാതെ, പാരമ്പര്യത്തിന് തടുക്കാൻ കഴിയാതെ, ദൈവവചനത്തിൻ്റെ സത്യം മനസ്സിലാക്കി കർത്താവിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ജനത്തിനായി സ്തോത്ര. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ ഹല്ലേലൂയ. മൂത്തവനെ ദൈവം അനുഗ്രഹിച്ചില്ല, എന്നാൽ ദൈവം അനുഗ്രഹിച്ചത് രണ്ടാമത്തെ പുത്രനാകുന്ന അതേ ഹാബേലിനെ ദൈവം അനുഗ്രഹിക്കുകയുണ്ടായി. എപ്പോഴും വേദപുസ്തകത്തിൽ നോക്കണം, ഈ രണ്ടാമത്തെ പുത്രൻ ചുമക്കുന്നതായ ഒരു സ്പെഷ്യൽ അനുഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടെ, രണ്ടാമത്തെ പുത്രൻ ചുമക്കുന്നതായ ഒരു സ്പെഷ്യൽ അനുഗ്രഹമുണ്ട്. ഞാൻ വിചാരിച്ച സുജിത്തെങ്കിലും അതിന് ആമേൻ പറയുമെന്നാണ്. സ്തോത്രം. രണ്ടാമത്തെ പുത്രൻ ചുമക്കുന്ന ഒരു സ്പെഷ്യൽ അനുഗ്രഹമുണ്ട്. സ്തോത്രം. ദൈവകൃപയാൽ ഇന്ന് പകൽ ക്രൈസ്റ്റ് സെന്ററിൽ ഒരു പുതിയ സീസൺ വന്നിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ അനുഗ്രഹം ചുമക്കുന്ന ഒരു സീസണിലേക്ക് ദൈവം തന്നെ കൈപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. നീ മൂത്തവനാണോ, ഇളയവനാണോ, മൂന്നാമത്തവനാണോ, പത്താമത്തവനാണോ, ഐ വോണ്ട് കെയർ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ ബന്ധുക്കൾ അതിശയിക്കത്തക്ക നിലയിൽ, നിന്റെ അയൽവാസികൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കത്തക്ക നിലയിൽ, നിന്റെ ബന്ധുക്കൾ മൂക്കത്ത് വിരൽ വെക്കത്തക്ക നിലയിൽ, ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ചിലത് നിന്റെ ചുമലിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ വയ്ക്കുവാൻ പോകുകയാണ്. Hallelujah. In Jesus' name. In Jesus' name. Same time ഞാൻ പറയട്ടെ, നിന്റെ ചുമലിൽ കയറിയിരിക്കുന്ന ശാപവും, നിന്റെ ചുമലിൽ കയറാൻ സാധ്യതയുള്ള രോഗവും, കീമോതെറാപ്പിയും, പോസ്റ്റ്മോർട്ടവും, ആക്സിഡന്റും, അനർത്ഥങ്ങളും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പകരം വില കൊടുത്ത് ആരാധിക്കുന്നവരെ, വില കൊടുത്ത് യേശുവിനെ സേവിക്കുന്നവരെ, വില കൊടുത്ത് പ്രമാണപ്രകാരം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നിൽക്കുന്നവരെ, മറ്റുള്ളവർ കൊതിക്കുന്നതായ ഒരു അനുഗ്രഹവും അഭിഷേകവും ചുമക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമത്തെ മകൻ വളരെ പ്രധാനപ്പെട്ടവനാണ്. തിരുവചനം പറയുന്നു, ആദാം ദൈവത്തിൻ്റെ മകനാണ്. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം അവസാന വാക്യം നിങ്ങൾ കർത്താവിൻ്റെ ലീനിയോളജി, കർത്താവിൻ്റെ വംശാവലി വായിക്കുമ്പോൾ ആദാം ദൈവത്തിൻ്റെ മകനാണ്. ആദാം സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ മകനാണ്. എന്നാൽ യേശു കർത്താവ്, സ്തോത്രം, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, അവൻ പ്രിയ പുത്രനാണ്. അതേ, സൃഷ്ടിക്കപ്പെട്ട മകന് കഴിയാത്തത് പ്രിയ പുത്രനിലൂടെ കർത്താവ് സാധിക്കുകയുണ്ടായി. യെസ്,
ഹല്ലേലൂയ. സൃഷ്ടിക്കപ്പെട്ട ആദാമിലൂടെ, സൃഷ്ടിക്കപ്പെട്ട മൂത്ത മകനിലൂടെ സ്തോത്രം പാപം അതേ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ പ്രിയ മകനിലൂടെ രക്ഷ സ്തോത്രം ലോകത്തിലേക്ക് കടന്നു വന്നു. സൃഷ്ടിക്കപ്പെട്ട മൂത്ത മകനിലൂടെ ശാപം ലോകത്തിലേക്ക് കടന്നു വന്നു. ആദാമിലൂടെ ശാപം കടന്നു വന്നു. എന്നാൽ ക്രിസ്തു യേശുവിലൂടെ അനുഗ്രഹം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് പകൽക്കാലം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹത്തിനായി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിനടുത്തൊരു പള്ളിയും പാതിരിയുണ്ട്. ഇതിന് അടുത്തൊരു പള്ളിയും ഒരു പാസ്റ്ററുണ്ട്. പുള്ളി പറഞ്ഞു, തൻ്റെ ചർച്ചിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിപ്പോയാൽ പുള്ളി കുരുക്കിട്ട് പ്രാർത്ഥിക്കും, ബന്ധിച്ച് പ്രാർത്ഥിക്കുമെന്ന്. സ്തോത്രം. അതേ നടക്കത്തില്ല മക്കളെ. കാരണം ദൈവം അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുത്തൻ്റെ ശാപവും അതിന്മേൽ നിലനിൽക്കത്തില്ല. ഓ കം ഓൺ. ദൈവം നിന്നെ അനുഗ്രഹത്തിനായി തിരഞ്ഞെടുത്താൽ പിന്നെ ഒരിക്കലും ശാപം ഒരു കാരണവശാലും നിലനിൽക്കത്തില്ല. ഈ തലമുറയിൽ എവിടെ പോയാലും കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹം ചുമക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. മൂത്ത മകനാകുന്ന ആദാമിലൂടെ അനുസരണയ്ക്ക് കടന്നു വന്നു. എന്നാൽ സ്തോത്രം പ്രിയപുത്രനാണ് യേശുവിലൂടെ അനുസരണം കടന്നു വന്നു. മൂത്തവനെ തള്ളി രണ്ടാമത്തവനെ തൊടുന്നത്, രണ്ടാമത്തേനെ അനുഗ്രഹിക്കുന്നത് അത് കർത്താവിൻ്റെ ഒരു സ്റ്റൈല് തന്നെയാണ്. സ്തോത്രം. പെരസും സെരസ് നിങ്ങൾ നോക്കുമ്പോൾ അതേ സെരസിനെ മാറ്റി നിർത്തി പെരസിലൂടെയാണ് തൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. അത് വേറൊരു പ്രസംഗം. സ്തോത്രം. അത് എല്ലാ സമയത്തും പ്രതീക്ഷിക്കാത്ത രണ്ടാമത്തവനാണ് സ്തോത്രം എന്തെങ്കിലും സ്പെഷ്യലായി ചുമന്നത്. ഏശാവ് ഉണ്ടായിരുന്നു, യാക്കോബ് ഉണ്ടായിരുന്നു. എന്നാൽ ഏശാവ് വേട്ടക്കാരനായി ഭൂമി നോക്കി നടന്നപ്പോൾ യാക്കോബ് സ്വർഗത്തെ നോക്കി ഗോപേണിയുമായി നടന്നു. യെസ്. അത് കർത്താവിൻ്റെ പ്രത്യേകതയാണ്. പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹം നൽകി ദൈവം മാനിക്കുന്നവനാണ്. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും നിന്റെ പേരൻസിന് പോലും പല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടെങ്കിൽ ഇനിയൊരു ബ്രേക്ക് ത്രൂ നിനക്ക് നടക്കത്തില്ല, ഇനിയൊരു നന്മയും നിന്നെ കാണത്തില്ലെന്ന് പറയുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇത് നിന്റെ വർഷമാണ്. ഈ ഡിസംബർ തീരുന്നതിന് മുൻപ് ഈ ഡിസംബർ തീരുന്നതിന് മുൻപ് എന്തോ വലുത് ദൈവത്തിന് നിന്നിൽ ചെയ്യുവാനുണ്ട്. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ഒരു മനസ്സുണ്ട്, ഒരു എഫ്രീമുണ്ട്, ഒരു മനസ്സുണ്ട്, ഒരു എഫ്രീമുണ്ട്. പക്ഷേ കയ്യെ പിണച്ചു വെച്ച് കയ്യെ ക്രോസ് ചെയ്ത്, ഓ കമൺ, ആരെങ്കിലും പറഞ്ഞാട്ടെ, ക്രോസ് ചെയ്ത് കുരിശെന്ന രൂപത്തിൽ കയ്യെ വെച്ചിട്ട് മൂത്തവനെ അവനുണ്ട്. പക്ഷേ എഫ്രീമിന് മനസ്സില്ലാത്ത എന്തോ ഒരു ഫ്രൂട്ട്ഫുൾനെസ്, എന്തോ ഒരു ഫലഭൂയിഷ്ടം ദൈവം കൊടുത്തു എങ്കിൽ, ഹല്ലേലൂയ, മൂത്തവനുണ്ട്, മൂത്തവൻ കൊള്ളാം. പക്ഷേ മൂത്തവൻ ഇല്ലാത്ത ചിലത് രണ്ടാമത്തവന് നൽകുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകത്തല്ലത് തന്നെ ആവർത്തിക്കുന്ന യഹൂദന് ഇല്ലാത്തത് സഭയ്ക്ക് നൽകുന്ന ഈ നല്ല സീസണായി ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാൽ സ്തോത്രം. മൂത്തവൻ കയ്യിന് ലഭിക്കാത്തതായി അനുഗ്രഹം ഇതാ ഹാബേലിന് ലഭിക്കുകയുണ്ടായി. ഹാബേലിന് അനുഗ്രഹം ലഭിച്ചപ്പോൾ കയ്യിൻ്റെ കണ്ണ് തള്ളി വന്നു, അവൻ്റെ കണ്ണ് ഉരുണ്ട് വന്നു. അവൻ ഇപ്രകാരം സ്തോത്രം ഞെട്ടി കാണും. അവൻ്റെ ഹൃദയത്തിൽ സ്തോത്രം ഫ്രസ്ട്രേഷൻ അത് വർദ്ധിച്ച് കാണും. എനിക്ക് ഇല്ലാത്തത് എൻ്റെ സഹോദരന് ഇതാ കടന്നു വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്കില്ലാത്തത് എൻ്റെ സഹോദരനിതാ കടന്നു വന്നത്? ദൂത് ഇതാണ്, സ്തോത്രം. അതേ, നിനക്കില്ലാത്തത് നിൻ്റെ സഹോദരന് വന്നത് അവൻ വില കൊടുത്ത് ദൈവത്തെ ആരാധിച്ചത് കൊണ്ടാണ്, അവൻ വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ടാണ്. മനസ്സിലായവർ ആമേൻ പറഞ്ഞാട്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കില്ലാത്ത വാതിലുകളെ ദൈവം തുറക്കുമ്പോൾ, ദൈവം നിന്റെ മക്കളെ ഉയർത്തുമ്പോൾ, ദൈവം നിന്റെ അതിരുകളെ വിശാലമാക്കുമ്പോൾ, ഓ കമാൺ കമാൺ കമാൺ. ആർക്കും വേണ്ടേ? ആർക്കും? ആരെങ്കിലും ഉണ്ടോ? യെസ്. നിനക്കില്ലാത്തതായ അതേ മറ്റുള്ളവർക്കില്ലാത്ത മഞ്ഞും മഴയും നിന്റെ മേൽ പെയ്തിറങ്ങുമ്പോൾ, ഹല്ലേലൂയ, മറ്റുള്ളവർക്കില്ലാത്ത അഭിഷേകം നീ ചുമക്കുമ്പോൾ, ശുശ്രൂഷ നിന്നിലൂടെ ദൈവം ചെയ്യുമ്പോൾ വേറുള്ളവരുടെ BP കൂടിയിട്ട് കാര്യമില്ല.
Oh, come on. ഞാൻ കരയേണ്ട നേരത്ത് കരഞ്ഞു, പ്രാർത്ഥിക്കേണ്ട നേരത്ത് പ്രാർത്ഥിച്ചു. സ്വാദിഷ്ടമായ ഭക്ഷണത്തെ മാറ്റിവെച്ച് ഞാൻ ഉപവസിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വീണ് കിടന്നു. ത്യാഗത്തോടെ ഞാൻ ദൈവസന്നിധിയിലായിരുന്നു. അർദ്ധരാത്രിയിൽ പോലും ഞാൻ ഉണർന്നിരുന്നു. ഹല്ലേലൂയ. തീയിലൂടെ വെള്ളത്തിലൂടെ ഞാൻ യാത്ര ചെയ്തു. തിന്മകൾ ഞാൻ ഒത്തിരി കണ്ടു. തിരമാലകളെ എൻ്റെ ജീവിത യാത്രയിൽ ഞാൻ കണ്ടു. പക്ഷേ അവിടെയും ഞാൻ ആയുധം വെച്ച് കീഴടങ്ങിയില്ല. അതുകൊണ്ട് ദൈവം എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കമോൺ, മനസ്സിലാകുന്ന ആമേൻ പറഞ്ഞാട്. യേശുവിൻ്റെ നാമത്തിൽ വേറൊരാളിൻ്റെ, വേറൊരു കുടുംബത്തിൻ്റെ, വേറൊരു സഭയുടെ നന്മ കണ്ട് BP കൂടിയിട്ട് കാര്യമില്ല, ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല, വിരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല. അത് അവർ വില കൊടുത്ത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിന്നതുകൊണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചിലത് എൻ്റെ മുൻപിലുണ്ട്. വേറെ ചിലത് ഇന്ന് പകൽ ഒരുക്കപ്പെടാൻ വേണ്ടി പോകുന്നു. അവർ വില കൊടുത്ത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിന്നതുകൊണ്ട് സ്തോത്രം. അതെ, ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രിയ സഹോദരി സഹോദരന്മാരെ. നിനക്ക് തോന്നിയതല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടത്. കയ്യൻ തനിക്ക് തോന്നിയതാണ് ദൈവത്തിന് വേണ്ടി കൊടുത്തത്. തനിക്കിഷ്ടപ്പെട്ട, നിനക്കിഷ്ടപ്പെട്ടതായിരിക്കാം, പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല. ദൈവം വ്യക്തികളെ അല്ല അംഗീകരിക്കുന്നത്, ദൈവം തൻ്റെ പ്രിൻസിപ്പിളാണ് അംഗീകരിക്കുന്നത്. കമാൻ, കേട്ടില്ല? ഹല്ലേലൂയ. ദൈവം വ്യക്തികളെ അല്ല അംഗീകരിക്കുന്നത്, ദൈവം പ്രിൻസിപ്പിളിലാണ് ഇറങ്ങി നിൽക്കുന്നത്. ദൈവം തൻ്റെ വചനത്തിനാണ് ഇറങ്ങി നിൽക്കുന്നത്. കയ്യൻ തനിക്ക് ഇഷ്ടപ്പെട്ട കറ്റ കൊടുത്ത് കാണും, ധാന്യം കൊടുത്ത് കാണും, പുഷ്പങ്ങൾ കൊടുത്ത് കാണും. നോ, ദൈവത്തിന് വേണ്ടിയത് പുഷ്പങ്ങളല്ല, ദൈവത്തിന് വേണ്ടിയത് ധാന്യമല്ല, ഉത്തമമായ യാഗമാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നിനക്കിഷ്ടപ്പെട്ട പാട്ടല്ല നീ പാടേണ്ടത്, നിനക്കിഷ്ടപ്പെട്ട പ്രസംഗമല്ല നീ പറയേണ്ടത്, നിനക്കിഷ്ടപ്പെട്ട ആരാധനയല്ല. ദൈവം രണ്ടുപേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് നീ ചെയ്താൽ ദൈവം താങ്ക് യു എന്ന് പറഞ്ഞ തലയും വെട്ടി തിരിഞ്ഞു പോകത്തില്ല. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് നീ കൊടുത്താൽ, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് നീ ചെയ്താൽ, ആകാശത്തിന് കിളിവാതികൾ തുറന്ന് സ്ഥലം പോരാതെ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. യെസ്, ആകാശത്തിൻ്റെ കിളിവാതികൾ തുറന്ന് സ്ഥലം പോരാതെ ദൈവം അനുഗ്രഹിക്കുക. ഞാൻ അല്പോടെ വ്യക്തമായി പറയട്ടെ, തന്നെ നോക്കി അസൂയ പൂണ്ടു നിന്നതായ ആ കയ്യൻ കാണത്തക്ക വിധത്തിൽ ദൈവം ഹാബേലിനെ അനുഗ്രഹിച്ചുവെങ്കിൽ നിനക്കെതിരെ സംസാരിക്കുന്ന, നിന്നെ തുറച്ചു നോക്കുന്ന ആ വ്യക്തിത്വങ്ങൾ കാണത്തക്ക വിധത്തിൽ തന്നെ നാല് പേർ കാണത്തക്ക വിധത്തിൽ തന്നെ ദൈവം തന്നെ മാനിക്കുവാൻ പോകുന്നു, ദൈവം തന്നെ അനുഗ്രഹിപ്പാൻ പോകുന്നു. സ്തോത്രം. പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ കൃത്യമായി പറയട്ടെ, ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ മാന്യത രഹസ്യമല്ല, ദൈവം തന്നെ മാനിക്കുന്നത് പരസ്യമായിട്ടായിരിക്കും. യെസ് യെസ് യെസ്. നിന്റെ അനുഗ്രഹം രഹസ്യമല്ല, നിന്റെ അനുഗ്രഹം നാട്ടിൽ ഒരു വലിയ പ്രകമ്പനമാക്കി ദൈവം തീർക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. കയ്യൻ കൊണ്ടുവന്നതായ യാഗത്തെക്കാൾ ഹാബേലിന്റെ യാഗം ഉത്തമമായിരുന്നു. അതിൽ രക്തമുണ്ടായിരുന്നു, അതിലൊരു നിലവിളി ഉണ്ടായിരുന്നു, അതിലൊരു ത്യാഗമുണ്ടായിരുന്നു, അതൊരു യാഗമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അതിവസിച്ചവനായ കർത്താവ് അവൻ ഒരു ഓഫറിംഗ് ആയിട്ട് മാത്രമല്ല, അവരൊരു ഓഫറർ ആയിട്ട് കൂടിയാണ് ഇറങ്ങി വന്നേ. നിങ്ങൾക്ക് മനസ്സിലായില്ല? കർത്താവ് യേശു ക്രിസ്തു അവൻ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി കുറച്ച് യാഗം കഴിപ്പാൻ വേണ്ടി മാത്രമല്ല അവൻ വന്നത്, അവൻ തന്നെ യാഗമായിരുന്നു.
യേശു തന്നെ ഈ യാഗമായിരുന്നു. യേശു കർത്താവ് നിന്റെ പാപയാഗമാണ്. യേശു നിന്റെ സമാധാന യാഗമാണ്. യേശു നിന്റെ അതേ ട്രാൻസ്ഗ്രഷൻസിൻ അകൃത്യ യാഗമാണ്. യേശു നിന്റെ മീൽ ഓഫറിംഗ്, അവൻ നിന്റെ സ്തോത്രം അതേ ഭോജന യാഗമാണ്. ആൻഡ് സോ ഓൺ. സകല യാഗങ്ങളും കർത്താവ് യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. അവൻ നിന്റെ യാഗമായിരുന്നു. അതേ സമയത്ത് അവൻ യാഗം കഴിക്കുന്ന ശ്രേഷ്ഠമാ പുരോഹിതനുമാണ്. അർത്ഥം യേശുവാണ് നിന്റെ ആൽഫ, യേശുവാണ് നിന്റെ ഓമേഗ. അവൻ നിന്റെ ആരംഭമാണ്, അവൻ നിന്റെ അവസാനമാണ്. ഹല്ലേലൂയ. സകലതും യേശുവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, ജീവിതത്തിൽ യേശു കൊണ്ടോ ജീവിതം ജയിച്ചു. ജീവിതത്തിൽ യേശു കൊണ്ടോ ജീവിതം ജയിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ചവനായ ദൈവം സ്തോത്രം തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി മാനവജാതിക്ക് വേണ്ടി ജീവനെ നൽകുവാൻ ഒരു പരമയാഗമായി യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നുവെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. എന്നാൽ സ്തോത്രം, അതെ, കയീൻ നോക്കുമ്പോൾ ഹാബേൽ ഇതാ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവന് ഇഷ്ടപ്പെടാതെ അവനിതാ സ്തോത്രം തന്നെ വയലിലേക്ക് കൊണ്ടുപോയി അവനെ എങ്ങനെയെങ്കിലും വകവരുത്തുവാൻ, അവനെ കൊല്ലുവാൻ വേണ്ടി അവൻ പ്ലാൻ ചെയ്തു. സെയിം തിങ് യേശു കർത്താവിൽ നിങ്ങൾ നോക്കുമ്പോൾ അവൻ നന്മ ചെയ്തും കൊണ്ട് അവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ നന്മ ചെയ്തും കൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ചുറ്റി സഞ്ചരിച്ചു. അവൻ രോഗികളെ സൗഖ്യമാക്കി, അവൻ വിശന്നിരിക്കുന്നവർക്ക് ആഹാരം നൽകി, അവൻ ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുത അടയാളങ്ങൾ ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നു, he was doing good and healing all those who were oppressed by the law, by the devil, and the Lord was with him. അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ച വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അത് ദൈവം അവനോട് കൂടെ ഇരുന്നു. സോ യേശുവിൻ്റെ അടുക്കലേക്ക് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതാ കൂടി വരികയാണ്. യേശു വചനം പറയുന്നു, പകരം അവൻ മറുവശത്ത് അവൻ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങൾ പുറത്താക്കുന്നു, അത്ഭുത അടയാളങ്ങൾ നടക്കുന്നു. മോശയുടെ കാലത്ത് നടക്കാത്തത്, ഏലിയാവിന്റെ കാലത്ത് സംഭവിക്കാത്തത്, എലീശായുടെ കാലത്ത് ചിന്തിപ്പാൻ കഴിയാത്തത്, മറ്റ് ഏതൊരു പ്രവാചകന്റെയും ഏതൊരു പുരോഹിതന്റെയും ഒരു രാജാവിന്റെയും കാലത്ത് നടക്കാത്തത്. യേശുവിലൂടെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, സ്തോത്രം, അതെ, കയ്യിലൂടെ കയറി ഹാബേലിനെ വകവരുത്തിയ പിശാച് യേശു കർത്താവിനെ വകവരുത്തുവാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. യോർദാന്റെ വെള്ളത്തിൽ നിന്ന് അവൻ സ്നാനപ്പെട്ട് കരകയറുമ്പോൾ പിതാവായ ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ ദാറ്റ് മീൻസ് ഡയറക്റ്റായി ദൈവം പറഞ്ഞു കൊടുത്തു. ഇവനെ തടുക്കാമെങ്കിൽ തടുത്തോ, ഇവനെ തകർക്കാമെങ്കിൽ തകർത്തോ, ഇവനെ തടയാമെങ്കിൽ തടഞ്ഞു. പക്ഷേ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ശ്രദ്ധിക്കുക, സന്തോഷത്തെ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരുവനെ തടുക്കുവാൻ ഒരു സൈറ്റനിസ്റ്റിനും ഇലുമിനാറ്റിക്കും ഒരു ഫ്രീമേസനും കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനെ തടുക്കുവാൻ ഒരു അന്ധകാരത്തിന് ഒരിക്കലും കഴിയത്തില്ല. കേട്ടവരാമേൻ പറഞ്ഞേ. അതുകൊണ്ടാണ് പിതാവായ ദൈവം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവന്ന ദേഹരൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നത്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങാതിരുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയപ്പെടാതിരുന്നെങ്കിൽ അവൻ നഷ്ടപ്പെട്ടുവാനുള്ള സാധ്യത, അവനെ തടയാനുള്ള സാധ്യത വളരെ വലുതാണ്. എന്നാൽ അവനെ ഡാമേജ് ചെയ്യാതിരുന്നത്, അവനെ തടുക്കുവാൻ കഴിയാതിരുന്നത് അവനിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്. ഇന്ന് പകരം നീ കഴിച്ച ആഹാരം കൊണ്ടല്ല, നിന്നിൽ കുത്തിയ 2 വാക്സിനേഷൻ കൊണ്ടല്ല നീ ജീവനോടെ ആയിരിക്കുന്നത്, പകരം നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. Come on, പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. Yes, hallelujah.
പരിശുദ്ധാത്മാവുണ്ടോ? ദൈവകൃപയാൽ നീ മുന്നേറ്. ഓ, കേട്ടവർ ആമേൻ പറഞ്ഞേ. പരിശുദ്ധാത്മാവുണ്ടോ? നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. പരിശുദ്ധാത്മാവുണ്ടോ? നീ ചെയ്യേണ്ടത് പോലെ നീ ചെയ്യും. ഒരിക്കൽ കൂടെ, പരിശുദ്ധാത്മാവുണ്ടോ? നീ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യും. പരിശുദ്ധാത്മ നിനക്കുണ്ടോ? അതെ, ഏപ്രിലിൽ തികയ്ക്കേണ്ടത് നീ ജൂണിലല്ല തീർക്കുന്നത്, ഈ മാസത്തിൽ തന്നെ നിന്നിൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവുണ്ടോ? 2025 നിറവേറേണ്ടത് നിന്റെ ജീവിതത്തിൽ നിറവേറും. പരിശുദ്ധാത്മാവുണ്ടോ? ഡിലേ നിനക്കുള്ളതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്നെ തടുപ്പാൻ ആർക്കും കഴിയില്ല. ഒരിക്കൽ കൂടെ, എന്നെ തടുക്കുവാൻ ഒന്നിനും കഴിയത്തില്ല. ശബ്ദം ഉയർത്തി വലത് കരങ്ങൾ ഉയർത്തി ഞാൻ മുന്നേറുകയാണ്. ജിസൻ പറഞ്ഞതുപോലെ പർവ്വതങ്ങൾ നിങ്ങളുടെ മുൻപിൽ സമനിരമാകുന്നു. താഴ്ചകൾ ഈ ദിവസങ്ങളിൽ നിരപ്പായി ഉയർന്നു വരുന്നു. ഇരുമ്പോടാമലുകൾ നിന്റെ മുൻപിൽ തകരുന്നു. താമ്രഭിത്തികൾ നിന്റെ മുൻപിൽ ഉടയുന്നു. കാരണം പരിശുദ്ധാത്മാവുണ്ടോ? പരിശുദ്ധാത്മാവുണ്ടോ? നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. യേശുവിൻ നാമത്തിൽ ഈ ജനം മുന്നേറട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം, അത് ഇസ്രായേൽ ദേശത്ത് യേശു കർത്താവ് മുന്നോട്ട് പോയി. അവനെ തടയുവാൻ സ്തോത്രം നാട്ടുരാജാക്കന്മാർ എഴുന്നേറ്റു, അവനെ കല്ലെറുവാൻ ആൾക്കാർ എഴുന്നേറ്റു. പക്ഷേ എന്നിട്ടും സ്തോത്രം യേശുവിനെ തടയുവാൻ കഴിഞ്ഞില്ല. അവൻ ഈ ലോകത്തിൽ ജനിച്ചു വന്നത് ദൈവത്തിൻ്റെ ടൈമിലായിരുന്നു. അവൻ അഭിഷേകത്തിൽ നിറഞ്ഞത് ദൈവത്തിൻ്റെ ടൈമിലായിരുന്നു. അവൻ ശുശ്രൂഷ തുടങ്ങിയത് ദൈവത്തിൻ്റെ ടൈമിലായിരുന്നു. നിങ്ങൾ കേട്ടില്ല? അവൻ ഈ ലോകത്തിൽ വന്നത് ദൈവത്തിൻ്റെ ടൈമിലായിരുന്നു. അവൻ അഭിഷേകത്തിൽ നിറഞ്ഞത് ദൈവത്തിൻ്റെ ടൈമിലായിരുന്നു. അവൻ ശുശ്രൂഷ തുടങ്ങിയത് ദൈവത്തിന്റെ ടൈമിലായിരുന്നു. സ്തോത്രം. അതേ, വല്ലവന്റെ വാച്ചിലല്ല യേശുവിന്റെ ലൈഫ് കണക്ട് ചെയ്തത്, പകരം ദൈവത്തിന്റെ ടൈമിലായിരുന്നു യേശു കർത്താവ് ചലിച്ചിട്ടിരുന്നത്. ഇന്ന് പകൽ ദൂത് ഇതാണ്, നിന്റെ ലൈഫിനെ സ്വർഗത്തിലെ ദൈവം തന്റെ വാച്ചിൽ കറക്റ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ലൈഫിൽ ഇതിപ്പോ വേണ്ട എന്ന് ആർക്കും മാറ്റിവെക്കാൻ കഴിയത്തില്ല. കേക്ക്. നിന്റെ അനുഗ്രഹത്തെ ഇപ്പൊ വേണ്ട, നിന്റെ പ്രൊമോഷൻ ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ് ആർക്കും മാറ്റിവെക്കാൻ കഴിയത്തില്ല. യേശുവിനോടൊപ്പം പരിചലിച്ച പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചലിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഡിലേ നിനക്കുള്ളതല്ല. എല്ലാ ഡിലേ ക്യാൻസൽ ചെയ്താട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ ഇതാ സ്തോത്രം. അതെ, ഒരു വലിയ യുദ്ധം കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നടക്കുകയാണ്. ആക്ച്വലി ഈ യുദ്ധം നടന്നത് ഭൂമിയിലല്ല, ഈ യുദ്ധം ആരംഭിച്ചത് ഭൂമിയിലല്ല, ഈ യുദ്ധം ആരംഭിച്ചത് കർത്താവിൻ്റെ ഭവനത്തിലാണ്. ഈ യുദ്ധം ആരംഭിച്ചത്, ഒരിക്കൽ കൂടെ, ഈ യുദ്ധം ആരംഭിച്ചത് ഭൂമിയിലല്ല, ഈ യുദ്ധം ആരംഭിച്ചത് കർത്താവിൻ്റെ ഭവനത്തിൽ, സ്വർഗത്തിലാണ്. നിങ്ങൾക്കറിയാം സ്തോത്രം. അതേ, ലൂസിഫർ എന്ന അരുണോദയ പുത്രൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം നിഗളിച്ചപ്പോൾ, ലൂസിഫർ അവൻ ദൈവത്തോട് നിഗളിച്ചപ്പോൾ കർത്താവ് അവനെ വെട്ടി, അതേ, അവനെ എറിഞ്ഞു കളഞ്ഞു. അന്നേ കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഓഹോ, എൻ്റെ വീട്ടിൽ നീ കളിക്കാറായോ? എൻ്റെ വീട്ടിൽ നീ കളിക്കാറായെങ്കിൽ ഞാനിതാ 2 ഘട്ടമായി ഈ ഫയലിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്പർ 1, ഒരു ന്യൂട്രൽ ഗ്രൗണ്ടിൽ നമുക്കൊന്ന് ഒരുമിച്ച് കാണേണ്ടതായിട്ടുണ്ട്. ഒരു ന്യൂട്രൽ ഗ്രൗണ്ടിൽ, ഒരു നോ മാൻസ് ലാൻഡിൽ നമുക്ക് ഒരുമിച്ച് കാണേണ്ടതായിട്ടുണ്ട്. 2, നിന്റെ ലീവിംഗ് റൂമിൽ ഞാൻ വരുന്നുണ്ട്. ഓ, come on. ഹല്ലേലൂയ. 1, അതേ, ന്യൂട്രൽ ഗ്രൗണ്ട് ആകുന്ന ഈ ഭൂമിയിൽ ഞാൻ ഇറങ്ങി നടക്കുന്നുണ്ട്. 2, നിന്റെ ലീവിംഗ് റൂമിൽ ഞാൻ വരുന്നുണ്ട്. പുസ്തകം വായിച്ചാലേ ഇതിന് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. 1, നിന്റെ സ്തോത്രം ന്യൂട്രൽ ഗ്രൗണ്ട് ആകുന്ന ഈ ഭൂമിയിൽ ഞാൻ ഇറങ്ങി നടക്കുന്നു. പക്ഷെ ഞാൻ എവിടെ ഇറങ്ങി നടന്നാലും എന്നെ തടയുവാൻ നിനക്ക് കഴിയത്തില്ല. എല്ലാ ഇലുമിനാറ്റി ഏജന്റും കേൾക്കട്ടെ, സ്തോത്രം. ലൂസിഫർ സൃഷ്ടിയാണ്, യേശു കർത്താവ് സൃഷ്ടാവാണ്. യേശുവിനെ തടയുവാൻ സാത്താൻ ഒരിക്കലും കഴിയത്തില്ല.
അവൻ ജനിക്കേണ്ട നേരത്ത് ജനിച്ചു, അവൻ വളരേണ്ട നേരത്ത് വളർന്നു, അവൻ സ്നാനപ്പെടേണ്ട നേരത്ത് സ്നാനപ്പെട്ടു, അവൻ അഭിഷേകം പ്രാപിക്കേണ്ട നേരത്ത് അഭിഷേകം പ്രാപിച്ചു, അവൻ ശുശ്രൂഷ ആരംഭിക്കേണ്ട നേരത്ത് ശുശ്രൂഷ ആരംഭിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരിക്കൽ കൂടെ, അവൻ ജനിക്കേണ്ട നേരത്ത് ജനിച്ചു, അവൻ വളരേണ്ട നേരത്ത് വളർന്നു, അവൻ പരിശുദ്ധാത്മ നിറയേണ്ട നേരത്ത് പരിശുദ്ധാത്മ നിറഞ്ഞു, അവൻ ശുശ്രൂഷ ആരംഭിക്കേണ്ട സമയത്ത് അവൻ ശുശ്രൂഷ ആരംഭിച്ചു. ഡിലേ യേശുവിന് വന്നില്ലെങ്കിൽ നിനക്കും ഡിലേ ഇല്ല. അടുക്കത്തിന് ഇരിക്കുന്നവർക്ക് ഹൈ ഫൈ കൊടുത്ത് പറ, എല്ലാം ഓൺ ടൈമിലാണ്. പറഞ്ഞേ, എല്ലാം ഓൺ ടൈമിലാണ്, എല്ലാം ഓൺ ടൈമിലാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു മന്ത്രത്തിനും തന്ത്രത്തിനും ഡിലേ ഇടുവാൻ കഴിയത്തില്ല. അത് വിവാഹങ്ങൾക്കാകട്ടെ, അത് പ്രൊമോഷൻ ആകട്ടെ, അത് നന്മകൾക്കാകട്ടെ, അത് അനുഗ്രഹങ്ങൾക്കാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അതേ സ്തോത്രം, ഒരു ഡിലേ ഇടുവാൻ അതേ ശത്രുവിന് കഴിയത്തില്ല. എന്നാൽ യേശു കർത്താവ് സ്നാനപ്പെട്ട പരിശുദ്ധാത്മ നിറഞ്ഞ യോർദാന്യ മരുഭൂമിയിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ, ദാറ്റ്സ് എ ന്യൂട്രൽ ഗ്രൗണ്ട്. യോർദാന്യ മരുഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ സാത്താൻ അവൻ ടെംപ്റ്റേഷനുമായി, അവൻ പരീക്ഷകളുമായി കടന്നു വന്ന് സ്തോത്രം കഴിയുമെങ്കിൽ ഈ കല്ലിനെ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. ഈ ലോകം ഇതിൻ്റെ മഹത്വം ഞാൻ നിനക്ക് തരാം. ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ടുപോയി നീ ഇവിടെ നിൽക്കാതെ നീ താഴേക്ക് ചാടുക. ഇന്ന് പകൽക്കാലം കേൾക്കണം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കടന്നു വരുന്ന സാത്താൻ സ്തോത്രം ഏതെങ്കിലും വ്യക്തിത്വങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നടന്മാരാകട്ടെ, ബിസിനസ്സുകാരാകട്ടെ, അമ്മരെ മേലെ കൊണ്ടുപോകുന്നത് അവിടെ ഇരുത്താനല്ല, താഴേക്ക് തള്ളിയിടുവാനാണ്. കാരണം സാത്താൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നതേ ഇല്ല. എന്നാൽ 3 പരീക്ഷകൾ യേശുവിൻ്റെ അടുക്കലേക്ക് സാത്താൻ കൊണ്ടുവന്നപ്പോൾ യേശു കർത്താവ് 3 പരീക്ഷകളുടെ നടുവിലും പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ. ഇതാ എഴുതിയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നു. അർത്ഥം ഞാൻ പറയട്ടെ, അവന് ഒത്തിരി വചനം അറിയാമായിരുന്നു. അവൻ വചനം പറഞ്ഞു, അവൻ ഒത്തിരി വചനം അറിയാമായിരുന്നു. നിന്റെ ഭവനത്തിലും ഈ ദിവസങ്ങൾ മുഴങ്ങിക്കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാകട്ടെ. ഹല്ലേലൂയ. കമാൺ, ദൈവത്തിൻ്റെ വചനമാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറഞ്ഞാട്ടെ. സാഹചര്യം പറയല്ല, വല്ലായ്മ പറയല്ല, ഇല്ലാത്തത് പറയല്ല, തിന്മ പറയല്ല. പകരം ശബ്ദമുയർത്തി ദൈവത്തിൻ്റെ വചനം പറ. എന്താണ് നീ കേട്ട പ്രവചനം അത് വിളിച്ചു പറ. എന്താണ് നീ കേട്ടതായ ദൂതുകൾ അത് പറ. നന്മയുടെ വചനം പറ. യേശു കർത്താവ് മരുഭൂമിയിൽ അവൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. വചനമായിരുന്നു. സ്തോത്രം. തിരുവചനം പറയുന്നു, ഹാബേലിനെ കയ്യിൻ കൂട്ടിക്കൊണ്ട് തൻ്റെ വയലിലേക്ക് ഇതാ കൊണ്ടുപോകുകയാണ്. എന്തിനു വേണ്ടി? അവനെ കൊല്ലുവാനായി. സ്തോത്രം. അത് വായിച്ചപ്പോൾ എക്സാക്ട്ലി എനിക്കത് തന്നെ ഓർമ്മ വന്നു. യേശു കർത്താവ് സ്തോത്രം അതേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, ബാക്കി പറ, തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കയ്യൻ തൻ്റെ അനുഗ്രഹത്തിൽ എൻജോയ് ചെയ്ത് അവിടെ നിൽക്കാതെ പകരം സ്തോത്രം ഇതാ ഹാബേലിൻ്റെ കൂടെ അവൻ്റെ വയലിലേക്ക് ഇറങ്ങി. പഴയ നിയമത്തിൽ സംഭവിച്ച നിഴലാണ്, പുതിയ നിയമത്തിൽ സംഭവിച്ചത് പൊരുളാണ്. ഹല്ലേലൂയ. അതെ, അവൻ പോയതുപോലെ യേശു കർത്താവ് സ്തോത്രം ഇതാ യേശു കർത്താവ് സ്തോത്രം മാലാഖമാരുടെ നടുവിൽ, സെറാഫുകളുടെ നടുവിൽ, കരൂബുകളുടെ നടുവിൽ, കോടാനുകോടി ദൂതന്മാരുടെ നടുവിൽ ആരാധന സ്വീകരിച്ച് കംഫർട്ട് സോണിൽ ആരാധന സ്വീകരിച്ച് കംഫർട്ട് സോണിൽ ഇരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം മനുഷ്യമുള്ളവനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. സഹോദരന്മാരുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രിൻസിപ്പിളാണ്, ഏതെങ്കിലും ക്രമത്തിൽ ഉയർന്ന് മാനിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കംഫർട്ട് സോണിൽ നിന്ന് അവർ പുറത്തു വന്നവരാണ്. നിങ്ങൾ കേട്ടില്ല? കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വന്നവരാണ്. ഉയരങ്ങളിൽ പറക്കുന്ന കഴുകന്മാർ ഉണ്ടെങ്കിൽ, അത് ശുശ്രൂഷകളാകട്ടെ, മിഷനാകട്ടെ, അത് ബിസിനസ് ആകട്ടെ, ഔദ്യോഗിക രംഗങ്ങളാകട്ടെ, കേക്ക്, ഉയരങ്ങളിൽ പറക്കുന്ന ഏതെങ്കിലും കഴുകന്മാർ ഉണ്ടെങ്കിൽ ആ കഴുകനോട് മാറ്റി നിർത്തി ചോദിക്ക്, 2025 പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട കഴുകന്മാരെ, 2025 ഈ തലമുറയുടെ കഴുകന്മാരെ വേറെ ആർക്കും പറക്കാൻ കഴിയാത്ത,
വേറെ ആർക്കും പറക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ നിങ്ങൾ പറക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ദൂത് വ്യത്യാസമാണ്, നിന്റെ അഭിഷേകം വ്യത്യാസമാണ്, നിന്റെ സാക്ഷ്യം വ്യത്യാസമാണ്, നിന്റെ ശുശ്രൂഷ വ്യത്യാസമാണ്. വേറൊരാളുടെ പോലെ ഐ സെൻസ് പ്രസൻസ് ഓഫ് ഗോഡ്. ഇന്ന് പകൽക്കാലം അതിൻ്റെ പുതപ്പ് ആരുടെയൊക്കെ മേൽ വീഴുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ ദൂത് വ്യത്യാസമാണ്, നിന്റെ ശുശ്രൂഷ വ്യത്യാസമാണ്, നിന്റെ സാക്ഷ്യം വ്യത്യാസമാണ്, നിന്റെ അഡ്മിനിസ്ട്രേഷൻ വ്യത്യാസമാണ്. നീ താഴെയല്ല പറക്കുന്നത്, നിന്റെ കാണുമ്പോൾ തല ഉയർത്തി മേലെ നോക്കണം. നിന്റെ ജീവിതം താഴോട്ടല്ല, നിന്റെ ജീവിതം മേലോട്ടാണ്. നീ മാത്രമല്ല, നിന്റെ തലമുറയും മേലോട്ടാണ്. നിന്റെ വീട് ഒരു സാധാ വീടല്ല, നിന്റെ വീട് ഒരു കരുകൻ കൂടാണ്. യെസ് 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 യെസ്. നിന്റെ വീട്ടിൽ ഒന്നുപോലും പാടല്ല, നിന്റെ വീട്ടിൽ എല്ലാവരും മാനിക്കപ്പെട്ടവരാണ്. എന്താ കഴുകനെ, എന്താ കഴുകനെ? നാട്ടിൽ വേറെ ആർക്കുമില്ലാത്തത് എന്തുകൊണ്ടാണ് ദൈവം നിനക്ക് തന്നിട്ടുള്ളത്? അപ്പ കഴുകൻ പറയും, ഇന്നലകളിൽ എൻ്റെ കൂടുകൾ ഇന്നലെ ഉലഞ്ഞതാണ്. ഇന്നലകൾ എൻ്റെ കൂടുകൾ ഉലഞ്ഞത് കൊണ്ടാണ് ഞാനിതാ ഉയരങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലകൾ കരഞ്ഞവരുണ്ടെങ്കിൽ, ഇന്നലകൾ നിലവിളിച്ചവർ, ഇന്നലകൾ പ്രശ്നങ്ങൾ കണ്ടവർ, ഓപ്പറേഷൻ തിയേറ്ററിലൂടെ കയറി ഇറങ്ങിയവർ, ഇന്നലകൾ വെല്ലുവിളികൾ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗെറ്റ് റെഡി. തമ്പുരാൻ പറയുന്നു, ഉയരങ്ങളെ കീഴടക്കുവാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ശബ്ദമുയർത്തി 2 മിനിറ്റ് ആരാധിച്ചേ. Jesus, 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 Jesus. Hallelujah, hallelujah. 35 വയസ്സിന് താഴെയുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. 35 വയസ്സിന് താഴെയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. കമാൺ, എല്ലാവരും കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ഈ തലമുറ കേൾക്കണം കേട്ടോ. നിന്റെ കംഫർട്ട് സോൺ ഇന്ന് പകലോടെ തീർന്നിരിക്കുന്നു. കാരണം നിനക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകണമെങ്കിൽ, നീ ഒരു ചരിത്ര പുരുഷനും ചരിത്രം വരയ്ക്കുന്ന ഒരു സ്ത്രീയാകുവാൻ ഇന്ന് പകൽ നിന്റെ കംഫർട്ട് സോണിന്റെ സീസണിൽ നീ പുറത്ത് വന്നിട്ട് പറയുന്നു, നോ, ഞാൻ വില കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം കയ്യിന്റെ കൂടെ നടന്ന ഹാബേലിന് അറിയത്തില്ലെങ്കിലും സ്വർഗത്തിൽ നിറങ്ങി വന്ന യേശുവിന് അറിയാം. ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ നിലത്ത് വീണ ചത്തു എങ്കിൽ നിലത്ത് വീണ് ചത്തുവെങ്കിൽ വളരെ ഫലമാ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. കംഫർട്ട് സോണിൽ നിന്ന് അവനിതാ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സോ യേശുവിനറിയാം, ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പേരെടുക്കാനല്ല, പ്രസംഗിച്ചൊരു ഓളം ഉണ്ടാക്കാനല്ല, രോഗശാന്തിയുടെ ഒരു അട്രാക്ഷൻ ആകാനല്ല, വീര്യപ്രവൃത്തിയുടെ ഒരു വിടുതൽ ചെയ്യാനല്ല, ജനത്തെ ഫീഡ് ചെയ്യാൻ മാത്രമല്ല, ബെറിയൽ സെർമണി റിസറക്ഷൻ സർവീസ് ആക്കാൻ മാത്രമല്ല, പകരം എനിക്കൊരു ദൗത്യമുണ്ട്. ചില ഫയലിനെ എനിക്ക് അടയ്ക്കാനുണ്ട്. Come on, come on, come on. ഈ സംസ്ഥാനത്തിന്റെ ആത്മമണ്ഡലം ഇന്ന് പകൽ ദൈവകൃപയാൽ കേൾക്കട്ടെ. ചില ഫയലുകളെ ദൈവത്തിന് ഈ ആഴ്ചയിൽ അടയ്ക്കാനുണ്ട്. പക്ഷെ ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തുമില്ല. യേശുവിനറിയാം. സ്തോത്രം. അതെ, ഞാൻ മുറിവേൽക്കാൻ വേണ്ടി പോകുകയാണ്, ഞാൻ ഒറ്റപ്പെടാൻ വേണ്ടി പോകുകയാണ്, ഞാൻ തിരസ്കരിക്കപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളെങ്ങനെ കേട്ടിരുന്നാൽ മതി. ഞാൻ എന്നോട് ഒന്ന് പ്രസംഗിച്ച് ബലപ്പെടട്ടെ. സ്തോത്രം. അതെ, റിസ്ക് എടുക്കാതെ, അഡ്വഞ്ചർ ആകാതെ, റിസ്ക് എടുക്കാതെ നിനക്കൊരിക്കലും കംപ്ലീറ്റ് വിക്ടറിയിലേക്ക് കയറാൻ കഴിയത്തില്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കംഫർട്ട് സോണിൽ ഇരിക്കുന്നതല്ല. ആരാ നിന്റെ പ്രോസ്പെരിറ്റി പറഞ്ഞ് മയക്കിയത്? ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കംഫർട്ട് സോണിൽ ഇരിക്കുന്നതല്ല. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ
അവൻ പറഞ്ഞു, ഈ ജീവനെ കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട്, ഈ ജീവനെ കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട്. തീർന്നില്ല, ഈ ജീവനെ തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. യെസ് യെസ് യെസ്. അവൻ പറഞ്ഞു, സ്തോത്രം, ഞാൻ മരിക്കാനായിട്ടാ വന്നിരിക്കുന്നത്. പക്ഷെ എവിടെയാണോ യേശു കർത്താവ് മരണം പറഞ്ഞത്, തൊട്ടടുത്ത വാക്യത്തിൽ അവൻ ജീവനും പറഞ്ഞു. മറന്നു പോകല്ല. എവിടെയാണോ അവൻ മരണം പറഞ്ഞത്, തൊട്ടടുത്ത വാക്യത്തിൽ അവൻ പറഞ്ഞു, ഐ ഷാൽ റൈസ് അഗൈൻ. ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്ക്, ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്ക്. ഓ ജനം മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്ന എവിടെയാണോ മരണം നീ കേൾക്കുന്നത്, ഉടനെ തന്നെ സ്തോത്രം അത് ജീവനും പറയണം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ ജീവൻ. ഓ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ ജീവൻ. ടൊറോണ്ടോയിൽ നമ്മുടെ ഒരു വീട്ടിലിരിക്കുമ്പോൾ ഒരു കൃപ നഷ്ടപ്പെട്ട ഒരുത്തൻ ഒരു പോളോ റാൽഫ് ലോറൻ പോളോയുടെ ഒരു ഉടുപ്പും കൊണ്ടുവന്ന് എന്നോട് നോക്കി ഇങ്ങനെയാണ് അതേ പരാജയപ്പെട്ട അവൻ പറഞ്ഞത്, ഓ ബ്രദർ സുരേഷ് ബാബു മരിക്കുമെന്ന് അങ്ങ് ചിന്തിച്ചാട്ടെ. ഞാൻ പറഞ്ഞു സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്ക്. കമാൻ. അവൻ്റെ ഉടുപ്പ് ഞാനിട്ടില്ല, അവൻ്റെ ഉടുപ്പ് ഞാനിട്ടില്ല. കൊല്ലുന്നവൻ്റെ ഉടുപ്പ് നീ ഇടല്ല. കൊല്ലുന്നവൻ്റെ ഉടുപ്പ് നീ ഇടല്ല. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചത് നീ ജീവിക്കാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ നാമത്തിൽ തിന്മ പറയുന്നവനെ വീട്ടിൽ കേൾക്കല്ലേ, തിന്മ പറയുന്നവന്റെ ഫോൺ എടുക്കല്ലേ, തിന്മ പറയുന്നവന്റെ ഫോൺ ബ്ലോക്ക് ചെയ്. പകരം വിളിച്ചു പറ, ഓ ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. ടെമ്പിൾ കോംപ്ലക്സിൽ ഒരു ദിവസം യേശു കർത്താവായിരിക്കുമ്പോൾ അവനറിയാം തൊട്ടപ്പുറത്തെ മലയിലാണ് ഞാൻ മരിക്കാൻ വേണ്ടി പോകുന്നത്. അവൻ പറഞ്ഞു, ഈ ആലയുണ്ടല്ലോ ഇതിനെ നിങ്ങൾ ഒന്ന് പൊളിക്ക്, 3 ദിവസം കൊണ്ട് ഞാൻ പണിയും. അമ്മാർ വിചാരിച്ചു 46 വർഷം കൊണ്ട് പണിതതായ ഹെരോദാവിൻ്റെ ആലയമെന്ന്. എന്നാൽ തിരുവചനം പറയുന്നു, യോഹന്നാൻ 2 തൻ്റെ ശരീരമെന്ന ആലയത്തെ കുറിച്ച് അത്രയും അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞു 3 ദിവസം കൊണ്ട് ഞാൻ ഇതിനെ പണിയും. റിലീജിയസ് ലീഡേഴ്സ്, മത നേതാക്കന്മാർ ഉള്ളപ്പോൾ ഒരു ദിവസം യേശു പറഞ്ഞു, as Jonah was in the belly of the fish 3 nights and 3 days. യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കും. 4 രാവും 5 പകലുമല്ല. അങ്ങനെയെങ്കിൽ നാറിപ്പോക. യേശു നാറ്റക്കേസല്ല. ഒരു സിനിമക്കാരനും യേശുവിനെ നാറ്റിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. 4 രാവും 5 പകലും യേശു കല്ലറയിൽ ഇരുന്നില്ല. ഓ 3-ാം ദിവസം അതിരാവിലെ ആയപ്പോ അരിമത്തിലെ യോസഫിന്റെ കല്ലറയെ തിരികെ കൊടുത്തിട്ട് കർത്താവ് പുറത്തിറങ്ങി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന് നാം മരിക്കാൻ വേണ്ടി പോകുകയാണ്. പത്രോസ് ഇടയ്ക്ക് പറഞ്ഞു, സ്തോത്രം പാടില്ല കർത്താവ്, മിഡിൽ ലൈഫ് ക്രൈസിസ് ആണ്, മിഡിൽ ലൈഫ് ക്രൈസിസ് പാടില്ല. പക്ഷേ യേശു കർത്താവ് സ്തോത്രം കോംപ്രമൈസ് എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലില്ലാത്ത യേശു പറഞ്ഞു. കോംപ്രമൈസ് ഇല്ലാത്ത, സന്ധിയില്ലാത്ത യേശു. ഓ കമാൻ, എനിക്ക് ആ പദം ഇഷ്ടപ്പെട്ടു. സന്ധിയില്ലാത്ത യേശു. സന്ധിയില്ല. യേശുവിന് സന്ധി ഇല്ലെങ്കിൽ, യേശുവിന് കോംപ്രമൈസ് ഇല്ലെങ്കിൽ എനിക്കും നിനക്കും കോംപ്രമൈസ് ഇല്ല. വെള്ളമാണോ അത് നനച്ചിരിക്കും, തീയാണോ വളരെ ചൂടുള്ളതായിരിക്കും. യേശുവാണോ അവൻ സന്ധിയില്ലാത്തവനായിരിക്കും. സ്തോത്രം. പത്രോസ് പറഞ്ഞു പാടില്ല കർത്താവേ, നീ മരിക്കാൻ പാടില്ല. ഉടനെ യേശു പബ്ലിക്കിൽ പറഞ്ഞു, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റാൻ. ഓ സാത്താനെ, എന്നെ വിട്ട് മാറ്. സ്തോത്രം. അവന് മുന്നോട്ട് പോയി. യേശു കർത്താവ് മുന്നോട്ട് പോയി. സ്തോത്രം. പെട്ടെന്ന് പറയട്ടെ, അവൻ മുന്നോട്ട് പോയി. 1 കിലോമീറ്റർ 200 മീറ്ററും അവൻ ക്രൂശ് ചുമന്ന് മുന്നിലേക്ക് പോകുകയാണ്. ഇടക്കിടക്ക് അവൻ സ്റ്റംബിളായി, ഇടക്കിടക്ക് അവൻ നിലത്ത് വീണപ്പോൾ ഒരു കറുത്ത വർഗത്തിൽപ്പെട്ടതായ ഒരു ആഫ്രിക്കക്കാരൻ, കുറേന്യക്കാരൻ കടന്നു വന്ന് ആ ക്രൂശിനെ ചുമി. ഓ ഒരു കറുത്ത വർഗക്കാരൻ വന്ന് ആ ക്രൂശിനെ എടുത്തു. ഞാൻ വീണ്ടും പറയട്ടെ, സ്തോത്രം. അൺഎക്സ്പെക്റ്റഡ് ആയി, ഓ പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹം ആ കറുത്ത വർഗക്കാരൻ്റെ വീട്ടിലും അവൻ്റെ മക്കളിലും ദൈവകൃപയാൽ കയറി ചെന്ന്. ഹല്ലേലൂയ.
നീ പ്രതീക്ഷിച്ചതല്ല നീ രക്ഷിക്കപ്പെടുമെന്ന്, നീ പ്രതീക്ഷിച്ചതല്ല നീ സ്നാനപ്പെട്ട ആത്മാവിൽ ആരാധിക്കുമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നീ വന്നതല്ല. ജാതിയുക്ത മണ്ഡലങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു കൊണ്ടുവന്നു എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നീ പോലും പ്രാർത്ഥിക്കാത്ത, നീ പോലും ചിന്തിക്കാത്ത, നീ പോലും പ്രതീക്ഷിക്കാത്ത, ആരും പ്രവചിക്കാത്ത ഏതോ ഒരു നന്മയ്ക്കായി ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. കരങ്ങളെ അടിച്ച് ആരാധിച്ചേ. Hallelujah. Hallelujah. വീണ്ടും എഴുന്നേറ്റവൻ ക്രൂശിൽ, സ്തോത്രം, ക്രൂശ് ചുമന്ന് മുന്നോട്ട് പോയപ്പോൾ കൊറേനക്കാരൻ ശിമോൻ ആ ക്രൂശ് എടുത്തു. ഓൾറെഡി അവൻ മരിക്കേണ്ടതായിരുന്നു വിപ്പിംഗ് പോസ്റ്റിൽ. സ്തോത്രം, ആ ചാട്ടവാർ കൊണ്ട് അതേ തകർക്കപ്പെടേണ്ട സ്ഥാനത്ത് അവൻ മരിക്കേണ്ടതായിരുന്നു. പക്ഷെ അവനെ കൊല്ലുവാൻ പിശാചിന് കഴിഞ്ഞില്ല. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം, അവനെ കൊല്ലുവാൻ സാത്താന് കഴിഞ്ഞില്ല. നീയും ഞാനും ജീവനോടെ ആയിരിക്കുന്നത്, നീയും ഞാനും ജീവനോടെ ആയിരിക്കുന്നത് തമ്പുരാൻ വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ്. തമ്പുരാൻ വിട്ടുകൊടുക്കാത്തത് കൊണ്ടാ. ഈ ദൂത് പ്രിപ്പയറുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു പോയി എൻ്റെ ജനത്തോട് പറ, എവരുടെ പടം വെച്ച് അതിൻ്റെ മുകളിൽ അതിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിക്കാൻ, ഒരിക്കൽ കൂടെ, എവരുടെ പടം വെച്ച് അതിൻ്റെ മുൻപിൽ മെഴുകുതിരി കത്തിക്കാൻ സാത്താൻ ഒത്തിരി പ്രാവശ്യം തീപ്പെട്ടി മേടിച്ചതാണ്. എന്നാൽ തമ്പുരാൻ പറഞ്ഞു, ഞാൻ വിട്ടുകൊടുക്ക. സാത്താൻ പറഞ്ഞു, നോ 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 നോ, ശത്രുവേ, നിന്റെ ടൈമിലല്ല അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എൻ്റെ ടൈമിലാണ്. അവർക്കൊരു കാലമുണ്ട്, അവർക്കൊരു സീസൺ ഉണ്ട്, അവർക്കൊരു കാലമുണ്ട്, അവർക്കൊരു സീസണുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. സാത്താൻ അതേ അവനെ ക്രൂശിൽ ഉയർത്തുകയുണ്ടായി. ആ രാവിലെ 9 മണിക്ക് ആ ക്രൂശ് ഉയർന്നപ്പോൾ ആ വാക്യം ഇതാ, സ്തോത്രം, അതേ നിറവേറി. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് ആകർഷിക്കും. ഇന്ന് പകൽ ദൈവകൃപയാൽ ഈ സെക്കൻഡ് സർവീസിന് ഇത്രയും പേര് ഒരുമിച്ച് കൂടി വരുവാൻ കഴിഞ്ഞത്, ഇത്രയും പേർ ആകർഷിക്കപ്പെട്ടത്, കാന്തം ഇരുമ്പിനെ ആകർഷിച്ചതുപോലെ ഈ തലസ്ഥാന നഗരിയിൽ ആത്മാക്കൾ ആകർഷിക്കപ്പെട്ടത് യേശു കർത്താവ് ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ടത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശിൽ മറഞ്ഞിരിക്കുന്ന ഒരു നന്മയുണ്ട്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. യേശുവിൻ്റെ ക്രൂശിൽ മറഞ്ഞിരിക്കുന്ന ഒരു നന്മയുണ്ട്. എല്ലാ പൃഥ്വിയും ഇന്ന് പകൽ കേൾക്കട്ടെ. ഓ, എൻ്റെ യേശു കർത്താവ് ഈ പൃഥ്വിയിൽ രാജാതി രാജാവാണ്. അവന്റെ ക്രൂശ് തലകീഴായി വീണതല്ല, അവന്റെ ക്രൂശ് ഉയർന്നത് കൊണ്ട്, യേശുവിന്റെ ക്രൂശ് ഉയർന്നത് കൊണ്ട് ഞാനോ ഉയർത്തപ്പെട്ടോൾ. എല്ലാവരെയും എൻ്റെ അടുക്കൽ ആകർഷിക്കുക. ഓ, അവൻ്റെ പുറത്തെ മനുഷ്യനെ, യേശുവിൻ്റെ ശരീരത്തെ ആ ക്രൂശിന്മേൽ വെച്ച് തകർത്ത്, യേശുവിൻ്റെ ശരീരത്തെ ക്രൂശിന്മേൽ വെച്ച് തകർത്തു. അർത്ഥം ഇതാണ്, സ്തോത്രം, മണ്ണിൽ നിന്നുണ്ടാക്കിയ ഈ ശരീരത്തിൽ പാമ്പിന്, സ്തോത്രം, അത് എഴയുവാൻ കഴിഞ്ഞേക്കാം. അർത്ഥം, സ്തോത്രം, മണ്ണിൽ എഴയുന്നതായ സർപ്പത്തിന്, മണ്ണിൽ എഴയുന്ന സർപ്പത്തിന് ശാരീരിക മണ്ഡലത്തിൽ പൊരുതുവാൻ കഴിഞ്ഞേക്കാം. പക്ഷെ നിന്റെ അകത്തെ മനുഷ്യനെ തൊടുവാൻ ആ സാത്താന് കഴിയത്തില്ല. അകത്തെ മനുഷ്യനെ തൊടുവാൻ ശത്രുവിന് കഴിയത്തില്ല. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. യെസ്, നിന്റെ ആത്മീയ ശുശ്രൂഷയെ തൊടുവാൻ, നിന്റെ അകത്തെ മനുഷ്യനെ തൊടുവാൻ അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. In the name of Jesus. Hallelujah. 3 പേരെ തൊട്ട് പറ, എൻ്റെ അകത്തെ മനുഷ്യനെ തൊടുവാൻ ശത്രുവിന് കഴിയില്ല. പറ. Yes, yes, yes. He cannot stop my inner man. In Jesus' name. ഒരു എക്സാമ്പിൾ കൂടെ പെട്ടെന്ന് പറഞ്ഞാൽ, വരുന്ന വഴിക്ക് കാറ്റടിപ്പിക്കാൻ, പുറത്തെ മനുഷ്യനെ അങ്കലാപ്പിലാക്കാൻ അതേ ശത്രുവിന് കഴിഞ്ഞേക്കാം. വരുന്ന വഴിക്ക് ഈശാനമൂലം അടിച്ച് പുറത്തെ മനുഷ്യനെ ഭീതി വരുത്തുവാൻ അന്ധകാരത്തിന് കഴിഞ്ഞേക്കാം. പുറത്തെ മനുഷ്യൻ ഇരിക്കുന്ന കപ്പലിനെ മുക്കാൻ ശത്രുവിന് കഴിഞ്ഞേക്കാം. പുറത്തെ മനുഷ്യനെ കടിച്ചു തൂങ്ങാൻ ആ അണലിക്ക് കഴിഞ്ഞേക്കാം. പുറത്തെ മനുഷ്യൻ സ്തോത്രം പല ഭാരങ്ങളിലൂടെ നടത്താൻ, അതേ മുറിവുകളിൽ വരുത്തുവാൻ സാത്താന് കഴിഞ്ഞേക്കാം. പക്ഷെ ഏത് ജയിലിൽ നീ പൂട്ടിയാലും ഏത് ജയിലിൽ പൂട്ടിയാലും
എഫേസ് ലേഖനം, കൊലോസ് ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലോമന്റെ ലേഖനം, അകത്തെ മനുഷ്യരിൽ നിന്ന് ഒഴുകി വരുന്നതായ ലേഖന പരമ്പരയുണ്ട്. 100% ഗ്യാരണ്ടിയാ ഞാൻ പറയട്ടെ, നിന്റെ പുറത്തെ മനുഷ്യരിൽ എത്ര വലിയ പോരുകൾ, പോരാട്ടങ്ങൾ ഉണ്ടാക്കിയാലും നിന്റെ അകത്ത് കിടക്കുന്ന നിയോഗത്തെ തടയാൻ അകത്തെ മനുഷ്യരിൽ കിടക്കുന്ന നിയോഗത്തെ തടയാൻ ശത്രുവിന് കഴിയത്തില്ല. ആരോ ഈ ദിവസങ്ങൾ പോരിലൂടെ കടന്നു പോകുന്നുണ്ട്, ആരോ പോരാട്ടങ്ങളായിരിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കുട്ടി, നിനക്ക് വേണ്ടി ചിലതെല്ലാം കാത്തിരിക്കുകയാണ്. കമാൻ, നിങ്ങൾ കേട്ടില്ല? നിനക്ക് വേണ്ടി ചിലതെല്ലാം കാത്തിരിക്കുകയാണ്. ചില കണക്ഷൻ നിന്റെ ലൈഫിൽ കടന്നു വരുവാൻ വേണ്ടി പോകുകയാണ്. ചില നന്മയുടെ വാതിൽ നിന്നിലൂടെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, നീ അനുഭവിച്ച കുരിശിനും നീ കടന്നു പോകുന്ന വേദനയ്ക്കും നീ കണ്ട വെല്ലുവിളിക്കും ഒരു പ്രതിഫലത്തിന്റെ കൊയ്ത്തുണ്ട്. ഒരു പ്രതിഫലത്തിന്റെ കൊയ്ത്തുണ്ട്. കമോൺ, ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? ഒരു പ്രതിഫലത്തിന്റെ കൊയ്ത്തുണ്ട്. അത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കേൾക്കുന്നവർ രണ്ട് കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. അവൻ്റെ പുറത്തെ മനുഷ്യനെ ശത്രു വിട്ട് ഹല്ലേലൂയ സ്തോത്രമൻ പറഞ്ഞു തീർന്നു. നോ 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 നിന്റെ പുറത്ത് ഇട്ട് കുടുംബത്തിലൂടെ, നാട്ടിലൂടെ, സഭയിലൂടെ നിന്നെ വാട്ടത്തിലേക്കും കോട്ടത്തിലേക്കും പോരടിപ്പിക്കാൻ അന്ധകാര ശക്തിക്ക് കഴിയും. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ അധികം പ്രശ്നം കണ്ട് ആരെങ്കിലും തല ഉയർത്തി സ്തോത്രം പറ. അധികം വെല്ലുവിളി കണ്ട് ആരെങ്കിലും തല ഉയർത്തി സ്തോത്രം പറ. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വലിയ കൊടുങ്കാറ്റും പെരുങ്കാറ്റും കണ്ട് ആരെങ്കിലും തല ഉയർത്തി സ്തോത്രം പറ. ഇന്നലെ വരെ ആർക്കുമില്ലാത്ത വെല്ലുവിളി നിനക്കുണ്ടെങ്കിൽ, ഇന്നലെ വരെ ആർക്കുമില്ലാത്ത പ്രതിസന്ധി നീ കണ്ടെങ്കിൽ, ഇന്നലെ വരെ ആർക്കുമില്ലാത്ത മുറിവുകൾ നിനക്കുണ്ടെങ്കിൽ, ഇന്നലെ വരെ ആർക്കുമില്ലാത്ത അതേ 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 അപമാനവും നീ കേട്ടുവെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഗെറ്റ് റെഡി. ഇതുവരെ ആർക്കുമില്ലാത്ത വലിയ ജയത്തിനായി കരങ്ങളെ അടിക്കേണ്ടവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പുറത്തെ മനുഷ്യനെ അതേ കഷ്ടപ്പെടുത്തി, പുറത്തെ മനുഷ്യനെ തകർത്ത്, പുറത്തെ മനുഷ്യനെ ദുഷ്ടന് കൊല്ലുവാൻ കഴിയുമായിരിക്കും. പക്ഷെ അവൻ്റെ ദൗത്യത്തെ തടുക്കുവാൻ കഴിയത്തില്ല. നിന്റെ റെപ്യൂട്ടേഷനെ പിശാച് പലപ്പോഴും കൊല്ലുവാൻ നോക്ക്. നിന്റെ ആരോഗ്യത്തെ പിശാച് പലപ്പോഴും കൊല്ലാൻ നോക്ക്. നിന്റെ സമ്പത്തിൽ പല തടസ്സങ്ങളെ ഇടുവാൻ ശത്രുവിന് കഴിയും. നിന്റെ സമ്പത്തിലാകട്ടെ, നിന്റെ ആരോഗ്യത്തിലാകട്ടെ, നിന്റെ ബന്ധങ്ങളിലാകട്ടെ, നിന്റെ റെപ്യൂട്ടേഷനിലാകട്ടെ, നിന്റെ പുറത്തെ മനുഷ്യരിലുള്ള പലതിനെ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇല്ല. നിങ്ങളുടെ പുറത്തെ മനുഷ്യന്റെ പലതിനെ ശത്രു സ്തോത്രം പഴയ പാമ്പ് അവൻ സ്തോത്രം ഇഴഞ്ഞ് അവൻ തകർക്കുവാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ കർത്താവ് പറയും നോ 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 നോ. എൻ്റെ ബോഡിയിലെ അവനത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ലാംബ് ഓഫ് ഗോഡിന്റെ തലത്തിലെ ദൈവത്തിന്റെ കുഞ്ഞാടിനെ അവനെ തകർക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ എൻ്റെ അകത്ത് ഒരു സിംഹമുണ്ട്. Hallelujah. Hallelujah. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കഷ്ടതയിൽ നീ തീർന്നു പോകത്തില്ല. ഈ നഷ്ടം കൊണ്ട് പരിപാടി തീരത്തില്ല. ഈ വെല്ലുവിളി കൊണ്ട് കാര്യം തീരത്തില്ല. അപമാനം നിനക്കുണ്ടെങ്കിൽ, അപവാദം നീ കേട്ടെങ്കിൽ, പ്രശ്നം നിനക്കുണ്ടെങ്കിൽ, ഈ 6-ാം തീയതി പരിശുദ്ധാത്മാവാം ദൈവം നിന്നെ നോക്കി പറയുന്നു, ഈ ലോഞ്ചിങ് പാഡിൽ നിന്ന് നീ പറന്നുയരാൻ വേണ്ടി പോകുന്നു. ഇത് ശവപ്പെട്ടി കാലമല്ല, ഇത് ഉയർച്ചയുടെ ദിവസങ്ങളാണ്. അടുത്തൊരു തലത്തിലേക്ക് ഞാൻ നിന്നെ ഉയർത്തും. ജയം നീ കാണും. ഹല്ലേലൂയ. ക്രൂശിന്മേൽ തൂങ്ങി നിന്നപ്പോൾ എല്ലാവരും വിചാരിച്ചത് എല്ലാം തീർന്നതാണ്. പക്ഷെ അവൻ പറഞ്ഞു, ഫാദർ ഫർഗിവ് ദം, they do not know what they do. അവൻ പറഞ്ഞു, സ്തോത്രം പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവർ എന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എല്ലാവരും പറഞ്ഞാട്ടെ, ക്ഷമിക്കണമേ. ചിലരോട് മനഃപൂർവ്വം ക്ഷമിച്ചാട്ടെ. സ്തേഫാനോസ് ക്ഷമിച്ചത് കൊണ്ടാണ് ശൗല് പൗലോസായത്.
ഓ കമാൺ, നിന്നെ ഉപദ്രവിച്ചവർ സഭയ്ക്കൊത്തിരി ബെനിഫിറ്റ് ആകാൻ വേണ്ടി പോവാ. ഹല്ലേലൂയ. ഒരു കള്ളൻ നിലവിളിക്കുക, ഓ ലോർഡ് റിമെമ്പർ മീ വെൻ യു ഇൻഹെറിറ്റ് യുവർ കിങ്ഡം. യേശു കർത്താവ് ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കുക. ഹേ ശിഷ്യനെ, ഇതാ നിന്റെ അമ്മ, ഇതാ സ്തോത്രം നിന്റെ മകൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഓ ഇതൊക്കെ കേട്ട സാത്താൻ പറഞ്ഞു, സ്തോത്രം, അതേ സംഭവം തീർന്ന്. ഓ ഇവനെ നമ്മൾ കഷ്ടപ്പെടുത്തുകയാണ്. പക്ഷേ അടുത്ത ശബ്ദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റലസ്റ്റായി, സകലതും നിവർത്തിയായി. Father, into thy hand I command my spirit. അടുത്ത ശബ്ദം ജയഭേരിയായിരുന്നു. സകലതും നിവർത്തിയായി, സകലതും നിവർത്തിയായി. എല്ലാ ഫ്രീമേസൺ ഇന്ന് പകൽ കേൾക്കണം, എല്ലാ ഇലുമിനാറ്റി ഇന്ന് പകൽ കേൾക്കണം, എല്ലാ സേറ്റനിസ്റ്റ് ഇന്ന് പകൽ കേൾക്കണം, എല്ലാ മന്ത്രവാദിയും ഇന്ന് പകൽ കേൾക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് സകലതും നിവർത്തിയായി എന്ന് യേശു കർത്താവ് പറഞ്ഞ ശബ്ദത്തിൽ പഴയ പാമ്പായ സാത്താന്റെ തല തകർക്കപ്പെട്ടു. അവന്റെ തല തകർക്കപ്പെട്ടു. ശത്രുവേ, നിന്റെ തല തകർന്നതാണ്. ഇന്ന് നീ ഒരു സിനിമയുടെ വാല് കൊണ്ടാട്ടിയാൽ ചർച്ചിനൊന്നും സംഭവിക്കത്തില്ല. എന്നാൽ സ്തോത്രം, അതേ ബാക്കി ഞാൻ അടുത്ത ആഴ്ച പറയാം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ, അവൻ ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ചു. ഓ ഹല്ലേലൂയ. കയ്യിൻ്റെ വായിലിൽ ഹാബേൽ മരിച്ചു. എന്നാൽ ഹാബേലിൻ്റെ രക്തം, സ്തോത്രം, വായിലിൽ നിന്ന് നിലവിളിച്ചു. എന്നാൽ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ, ഈ ഇൻട്രഡക്ഷനോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ, സ്തോത്രം, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം 2000 വർഷങ്ങൾ മുമ്പ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ഹല്ലേലൂയ, സ്തോത്രം, കാൽവരി മറിയിൽ നിന്ന് സംസാരിച്ചു, ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കേക്ക്, തിരുവചനം പറയുന്നു, അവൻ കയറി എന്ന് വരുന്നതിനാൽ അവൻ ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഒരിക്കൽ കൂടെ, അവൻ കയറി എന്ന് വരുന്നതിനാൽ അവൻ ഇറങ്ങി എന്ന് വരുന്നില്ലയോ? കേട്ടവർ കരങ്ങളെ ചലിപ്പിച്ചാട്. അവൻ കയറി എന്ന് വരുന്നതിനാൽ അവൻ ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അവൻ പാതാള ഗോപുരങ്ങളെ തകർത്തുകൊണ്ട് അവൻ, സ്തോത്രം, അതേ, ഇറങ്ങി സത്താന്യ സിംഹാസനത്തെ അവൻ കാരിയാക്കി, പഴയ പാമ്പിന്റെ തലയെ തകർത്ത് പാതാള ഗോപുരങ്ങളെ യേശു തകർത്ത്, സ്തോത്രം, അതെ, പിതാവായ ദൈവം ഇപ്രകാരം പറഞ്ഞു കാണാം, സെയിം ഡ്രാമ റിപ്പീറ്റിംഗ്, ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന, സ്തോത്രം, അതെ, കയീൻ, ഹാബേലിന്റെ ശബ്ദം, സ്തോത്രം, കേട്ടത് യാഗപീഠത്തിൽ നിന്ന്. പിന്നെ അവന്റെ രക്തത്തിന്റെ ശബ്ദം കേട്ടത് കയീന്റെ വയലിൽ നിന്ന്. ഒരിക്കൽ കൂടെ, ഹാബേലിന്റെ ശബ്ദം ആദ്യം കേട്ടത് യാഗപീഠത്തിന്റെ അരികിൽ നിന്ന്, പിന്നെ കേട്ടത് അവന്റെ രക്തത്തിന്റെ ശബ്ദം കയീന്റെ വയലിൽ നിന്ന്. യെസ്, ഇപ്പോൾ ഇതാ അവന്റെ ശബ്ദം മറ്റൊരു ഏരിയയിൽ നിന്ന് ഞാൻ കേൾക്കുകയാണ്. കമാൺ, എത്ര മനസ്സിലായി? ലൊക്കേഷൻ മാറി, പക്ഷെ അവന്റെ ശബ്ദത്തെ എനിക്ക് കേട്ടാൽ അറിയാം. ലൊക്കേഷൻ മാറി, പക്ഷെ അവന്റെ ശബ്ദത്തെ എനിക്ക് കേട്ടാൽ അറിയാം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ലൊക്കേഷൻ മാറി, സ്ഥലം മാറി, പക്ഷെ അവന്റെ ശബ്ദത്തെ എനിക്ക് കേട്ടാൽ അറിയാം. ഈ ദൂതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെന്റൻസ് ഞാൻ പറയട്ടെ, ശത്രുവേ, നിനക്കവനെ ക്രൂശിക്കാൻ പറ്റും, നിനക്കവനെ കൊല്ലാൻ പറ്റും, പക്ഷെ അവനെ നിനക്ക് നിശബ്ദനാക്കാൻ പറ്റത്തില്ല. അവനെ ക്രൂശിക്കാൻ പറ്റും, അവനെ കൊല്ലാൻ പറ്റും, പക്ഷെ അവനെ നിശബ്ദനാക്കാൻ കഴിയത്തില്ല. അവന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പകലും യേശുവിൻ്റെ രക്തം നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. യേശുവിൻ്റെ രക്തം നിനക്ക് വേണ്ടി മിണ്ടാതിരിക്കുകയല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാൽ യേശുവിൻ്റെ രക്തം നിനക്കായി സംസാരിക്കുന്നു. എത്ര പേര് രണ്ട് കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക. യേശുവിൻ്റെ രക്തം സ്വർഗസ്ഥലങ്ങളിൽ നിങ്ങൾക്കായി സംസാരിക്കുന്ന ദൂതന്മാരുടെ മധ്യത്തിൽ, സ്വർഗസ്ഥലങ്ങളിൽ യേശുവിൻ്റെ രക്തം നിനക്കായി സംസാരിക്കുന്ന, നിന്റെ വീടിൻ്റെ മുൻപിൽ കറുത്ത കൊടി കെട്ടാൻ ദുഷ്ടൻ, സ്തോത്രം, പ്ലാൻ ഇട്ടപ്പോൾ നിന്നെ വഴികളിൽ
വെച്ച് തകർക്കുവാൻ അന്ധകാര ശക്തി പദ്ധതി കിട്ടപ്പോൾ, നിന്നെ മുടിക്കുമെന്ന്, നിന്നെ തകർക്കുമെന്ന് ദുഷ്ടൻ പ്ലാൻ ചെയ്തപ്പോൾ, എൻ്റെ ദൈവം പറഞ്ഞു, യേശുവിൻ്റെ രക്തം പറഞ്ഞു, യേശുവിൻ്റെ രക്തം പറഞ്ഞു, നോ 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 നോ, അവന് വേണ്ടിയാണ്, അവന് വേണ്ടിയാണ് ഈ രക്തം ചൊരിയപ്പെട്ടത്, അവന് വേണ്ടിയാണ് ഈ രക്തം ചൊരിയപ്പെട്ടത്, അവന് വേണ്ടിയാണ് ഈ രക്തം ചൊരിയപ്പെട്ടത്. ഹല്ലേലൂയ. 5 മിനിറ്റ് പ്രാർത്ഥിക്കണം, 5 മിനിറ്റ് പ്രാർത്ഥിക്കണം. ഇന്ന് വലിയ വിടുതലുകൾ നടക്കുകയാണ്, വലിയ വിടുതലുകൾ നടക്കുകയാണ്. സ്തോത്രം പറ മക്കളെ, സ്തോത്രം പറ. വാ തുറന്ന് സ്തോത്രം പറ, വാ തുറന്ന് ശബ്ദം ഉയർത്തി സ്തോത്രം പറ. വിട്ടിട്ട് വന്ന ദൂതിൽ, വിട്ടിട്ട് വന്ന വീട്ടിൽ, വിട്ടിട്ട് വന്ന വീട്ടിൽ ഇന്ന് പകൽ വലിയ വിടുതൽ നടക്കുകയാണ്. വിട്ടിട്ട് വന്ന വീടിന് ചുറ്റുപാട് ഇന്ന് പകൽ വലിയ വിടുതൽ നടക്കുകയാണ്. നിന്റെ പ്രിയപ്പെട്ടവർ വേറെ രാജ്യങ്ങളിലാണെങ്കിൽ അവരിയ്ക്കുന്ന ഇടത്ത് ഇന്ന് പകൽ വലിയ വിടുതൽ നടക്കുകയാണ്. 100 100ആയി 1000 1000ആയി ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് പകൽ ഇറങ്ങുകയാണ്. Yes, 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 yes. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചേ. Yes, ശക്തിയോടെ, ശക്തിയോടെ. കയ്യിനെ നിന്റെ സഹോദരൻ എന്തിയേ? ഇരിക്കല്ലേ. കയ്യിനെ നിന്റെ സഹോദരൻ എന്തിയേ? കയ്യിനെ നിന്റെ സഹോദരൻ എന്തിയേ? അവൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ദൈവം നോക്കുമ്പോൾ കയ്യിൽ നിൽക്കുന്നു, ഹാബേലിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ദൈവം കേൾക്കുന്നു. സ്തോത്രം. പക്ഷേ അത് മണ്ണിൽ നിന്ന് നിലവിളിക്കുകയാണ്. ഞാനത് ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. ദൈവം കയ്യിൻ ശത്രുവിൻ്റെ പ്രതിനിധിയാണ്. ശത്രുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കയ്യിൽ നിൽക്കുകയാണ്. ഹാബേലിൻ്റെ ശബ്ദം, രക്തത്തിൻ്റെ ശബ്ദം മണ്ണിൽ നിന്ന് വെളിപ്പെടുകയാണ്. മണ്ണ് നിലവിളിക്കുകയാണ്. മണ്ണിൽ നിന്ന് രക്തത്തിൻ്റെ ശബ്ദം വെളിപ്പെടുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? മണ്ണ് 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 മണ്ണിന്മേൽ രക്തം വീണാൽ മണ്ണിന് വെറുതെ ഇരിപ്പാൻ കഴിയത്തില്ല. ദൈവം നിന്നെ സൃഷ്ടിച്ചത് ഫാക്ടറികളിൽ നിന്നല്ല, ദൈവം നിന്നെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. രക്തം വീണാൽ, യേശുവിന്റെ രക്തം വീണാൽ മണ്ണിന് മിണ്ടാതിരിപ്പാൻ കഴിയത്തില്ല. മണ്ണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്ക്. Oh, come on. മണ്ണ് നിലവിളിക്ക്, മണ്ണ് ദൈവത്തെ സ്തുതിക്ക്, മണ്ണ് ദൈവത്തെ ആരാധിക്കും. മണ്ണ് മിണ്ടാതെ ഇരിപ്പാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ മൗനത എന്ന് പകൽ കർത്താവ് ക്യാൻസൽ ചെയ്യുന്നു. ഇതോടെ നിന്നെ നിശ്ചലമാക്കുന്ന, മൗനമാക്കുന്ന മണ്ഡലങ്ങളെ കർത്താവ് തകർത്തിട്ട് പുതിയൊരു വേവ് പ്രൈസ്, പുതിയൊരു സ്തുതിയുടെ മണ്ഡലം നിന്റെ മേൽ കർത്താവ് വെളിപ്പെടുത്തുന്നു യേശുവിന്റെ നാമത്തിൽ. യെസ് 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 യെസ്. Come on, ശക്തിയോടെ. മണ്ണിന്മേൽ രക്തം വീണ മണ്ണിന് മിണ്ടാതിരിപ്പാൻ കഴിയത്തില്ല. ബ്രദർ, നീയാണ് ആ മണ്ണ്. യേശുവിന്റെ രക്തം നിന്റെ മേൽ വീണാൽ നീ ദൈവത്തെ സ്തുതിക്കുമെന്ന്. Come on. Yes. വിടുതലിന്റെ സ്തുതി ഉയരട്ടെ, സൗഖ്യത്തിന്റെ സ്തുതി ഉയരട്ടെ.
നന്മയുടെ സ്തുതി ഉയരട്ടെ. The blood is speaking. Come on, come on. ശബ്ദം ഉയർത്തി കരങ്ങൾ അടിച്ച് ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവി രക്തത്താ ഉണ്ട് ശക്തി. Come on. ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്താ. I believe there is power, power, wonder working power in the blood, in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. പാരമ്പര്യം മറന്ന കരങ്ങൾ ഉയർത്തി ശക്തി ഉണ്ട്, ഉണ്ട്, അത്ഭുത ശക്തി യേശുവേ. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ ശക്തിയുണ്ട്, ഉണ്ട്, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്താ. ഒരിക്കൽ കൂടെ ശക്തിയുണ്ട്, ഉണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും പാടിയാട്ടെ, എല്ലാ ഇഷ്ടം പാട്. യേശുവേ, യേശുവേ രക്തത്താ, രക്തത്താ ശക്തിയുണ്ട്, ഉണ്ട്, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്താ. ആ രക്തം മണ്ണിൽ വീണപ്പോൾ മണ്ണിനെ മിണ്ടാതിരിപ്പാൻ കഴിഞ്ഞില്ല. മണ്ണിന്റെ കെട്ടഴിഞ്ഞ് മണ്ണിനൊരു നാവുണ്ടായി. മണ്ണിതാ ദൈവത്തോട് നിലവിളിച്ചു. എങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് കെട്ടുകൾ അഴിയട്ടെ. മദ്യത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, പാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, രഹസ്യ പാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, അശുദ്ധിയുടെ കെട്ടുകൾ അഴിയട്ടെ. Because there is power in the blood of Jesus. ആത്മീയ തണുപ്പിന്റെ കെട്ടുകൾ അഴിയട്ടെ, ആത്മീയ അലസതയുടെ കെട്ടുകൾ അഴിയട്ടെ. Come on, come on, come on. എല്ലാ ആത്മീയ ഉറക്കത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, എല്ലാ ആരാധന കുറവിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ച് ഇന്ന് പകൽ വിടുതലായിട്ടെടുക്കുക. Breakthrough in Jesus' name. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മണ്ണിൽ നിന്ന് ശബ്ദം, മണ്ണിൽ നിന്ന് സ്തുതി, മണ്ണിൽ നിന്ന് ശബ്ദം. കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച്. Come on, come on. എല്ലാ ആംഗിളും, എല്ലാ ആംഗിളും. എല്ലാ കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർ മണ്ണിൽ നിന്ന് ശബ്ദം ഉയരട്ടെ. യേശുവിന്റെ രക്തം നിന്റെ മേൽ വേണം. യേശുവിന്റെ രക്തം. ശബ്ദം ഉയർത്തി പറഞ്ഞ യേശുവിന്റെ രക്തം. കേട്ടില്ല? യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. വീട്ടിലുള്ള എല്ലാവരും മേലും യേശുവിന്റെ രക്തം. ഒരിക്കൽ കൂടെ വീട്ടിലുള്ള എല്ലാവരുടെ മേലും യേശുവിന്റെ രക്തം. യെസ്, യെസ്, യെസ്. വാഹനത്തിന്മേൽ യേശുവിന്റെ രക്തം. ഭവനത്തിന്റെ എല്ലാ മുറികളിൽ യേശുവിന്റെ രക്തം. കേട്ടില്ല? വീടിന്റെ എല്ലാ മുറികളിൽ യേശുവിന്റെ രക്തം. എല്ലാ വഴി യാത്രകളിൽ യേശുവിന്റെ രക്തം. ഓ, എല്ലാ ജോലികളിൽ യേശുവിന്റെ രക്തം. ഓഫീസിൽ യേശുവിന്റെ രക്തം. ഓഫീസ് കസേരയിൽ യേശുവിന്റെ രക്തം. ഓ, തുടർന്നുള്ള ഭാവി വഴികളിൽ യേശുവിന്റെ രക്തം. എല്ലാ വിദ്യാർത്ഥികളുടെ സബ്ജക്റ്റിൽ യേശുവിന്റെ രക്തം. എല്ലാ എഴുതിയ എക്സാമിനേഷനിൽ യേശുവിന്റെ രക്തം. എഴുതാൻ പോകുന്ന എക്സാമിനേഷനിൽ യേശുവിന്റെ രക്തം.
യെസ് 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 യെസ്. ആരോഗ്യത്തിൽ യേശുവിന്റെ രക്തം, ആരോഗ്യത്തിൽ യേശുവിന്റെ രക്തം. ഓ സമ്പത്തിൽ യേശുവിന്റെ രക്തം. പറ മക്കളെ, പറ പറ പറ. ശബ്ദമുയർത്തി പറ, ശബ്ദമുയർത്തി പറ. ധോണിയുടെ സിക്സറിനും മെസ്സിയുടെ ഗോളിനുമല്ല, നിന്റെ ലൈഫ് വിടിവിക്കപ്പെടാൻ വിളിച്ചു പറ യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോവാണ്. 5 മിനിറ്റ് പ്രാർത്ഥിച്ച് പെട്ടെന്ന് നിർത്താൻ പോവാ. കണ്ണത് നോക്കിയേ. നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം, ക്രൈസ്തൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, വരും കണ്ണടച്ച് ഹാളിനകത്ത് കയറും, കണ്ണടച്ചിരിക്കും, കണ്ണടച്ച് പോവും, അടുത്തിരിക്കുന്ന ആരെന്ന് പോലും നോക്കത്തില്ല. സെൽഫിഷ് ആൾക്കാർ ഒത്തിരി, സ്വയം സ്നേഹികൾ. നല്ല ആക്ച്വൽ ആത്മീയർ സ്വയം സേവികളല്ല, സ്വയമല്ല സ്നേഹിക്കുന്നത്. ഒരുത്തൻ തൻ്റെ ഗുണമല്ല മറ്റൊരുത്തൻ്റെ ഗുണം കൂടെ അന്വേഷിക്കണം. തൻ്റെ ഗുണമല്ല അടുത്തിരിക്കുന്നവരുടെ ഗുണം കൂടെ അന്വേഷിക്കണം. സഹോദരന്മാർ തമ്മിൽ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ തമ്മിൽ. ഒരാളിൻ്റെ നേരെ ഒന്ന് തിരിഞ്ഞു നിന്നേ. നിങ്ങൾ കുടുംബങ്ങളാണെങ്കിൽ, ഫാമിലി ആയിട്ട് നിൽക്കുന്നെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സ്റ്റാൻഡ് ടുഗദർ. കുടുംബമാണെങ്കിൽ ഫേസ് ടു ഫേസ് നിന്നാട്ടെ. ആരും തൊടല്ല, കൈ പിടിക്കാനൊന്നും പറഞ്ഞില്ല. ആദ്യം നേരെ നോക്ക്, ആദ്യം നേരെ ആ വ്യക്തി. ഇതുവരെ കണ്ടില്ലല്ലോ, 2.5 മണിക്കൂറായി അല്ലെ 3 മണിക്കൂറായി. ആരാണ് തുടങ്ങിയിട്ട്? അടുത്തിരിക്കുന്ന എങ്ങനെയുള്ള ആളെന്ന് കണ്ടില്ല. ഒന്ന് നോക്കിയേ. എന്നെ നോക്കല്ല, ഈ സ്ക്രീനിലൊന്നും നോക്കല്ല. അവരൊന്നും നോക്കി നിന്നേ. എന്നെ നോക്കല്ല, നിർബന്ധമായി എന്നെ നോക്കല്ല. സ്തോത്രം. ആൻറ്റി ഇവിടെ നിൽക്കുക. ഈ 3 പേര്, നിങ്ങൾ 3 പേര് നിൽക്കുക, ഒറ്റയ്ക്ക് നിൽക്കല്ല. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഒരു വലിയൊരു പ്രവാചകിയാണ്. യെസ്, അമേസിംഗ്. സ്തോത്രം. നിങ്ങൾക്ക് അനുഗ്രഹമാണ്. കമോൺ, ഹല്ലേലൂയ. പരസ്പരം നോക്കുമ്പോൾ എത്ര തീയിലൂടെ അവർ വന്നെന്ന് നിങ്ങൾക്കറിയോ? എത്ര വലിയ തീയിലൂടെ അവർ വന്നു. പ്രായം ചെറുതാ, ചെറിയ കുഞ്ഞാ, പക്ഷെ എത്ര വലിയ വെള്ളത്തിലൂടെ വന്നു, എത്ര കൊടുങ്കാറ്റിലൂടെ വന്നു, എത്ര തീച്ചൂളയിലൂടെ വന്നു, എത്ര പ്രശ്നങ്ങളിലൂടെ വന്നു. ഒരു സിനിമയല്ല, പല സിനിമ അവരുടെ ജീവിതത്തെ കൊണ്ടെടുക്കുക. കണ്ണൂർ നോക്ക്, കണ്ണൂർ നോക്ക്. യേശുവിൻ്റെ നാമത്തിൽ ഇനി ആ 2 കരങ്ങളെ കോർത്ത് പിടിച്ച്, 2 കരങ്ങളെ കോർത്ത് പിടിച്ച്, കമോൺ, വാ തുറന്ന് പറ. സംസാരിക്കുന്ന രക്തം, യെസ്, യേശുവിൻ്റെ രക്തം. കമോൺ, പറഞ്ഞ് പ്രാർത്ഥിക്കുക, പറഞ്ഞ് പ്രാർത്ഥിക്കുക, പറഞ്ഞ് പ്രാർത്ഥിക്കുക, പറഞ്ഞ് പ്രാർത്ഥിക്കുക, പറഞ്ഞ് പ്രാർത്ഥിക്കുക, പറഞ്ഞ് പ്രാർത്ഥിക്കുക, പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ ഇതുവരെ ഒരു അത്ഭുതം കണ്ടില്ലെങ്കിൽ, ഇതുവരെ നിങ്ങൾ ഒരു അത്ഭുതം കണ്ടില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ വിരലുകൾ കൊണ്ട് പിടിച്ചിരിക്കുന്നത് ഒരു അത്ഭുതത്തെയാണ്. കമാൺ, ഇപ്പോൾ നിങ്ങൾ വിരലുകൾ കൊണ്ട് പിടിച്ചിരിക്കുന്നത് ഒരു അത്ഭുതത്തെയാണ്. കമാൺ, ഇൻ ജീസസ് നെയിം. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ നടക്കുക, രോഗങ്ങൾ വിട്ടുമാറുക, ക്യാൻസറുകൾ മറയട്ടെ, ട്യൂമറുകൾ മറയട്ടെ യേശുവിന്റെ നാമത്തിൽ. മാനസിക രോഗങ്ങൾ വിട്ടുപോകട്ടെ, എല്ലാ പൈശാചിക കെട്ടുകളും കോട്ടകളും യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. Come on, there is power in the blood of Jesus. സംസാരിക്കുന്ന രക്തം, സംസാരിക്കുന്ന രക്തം, സംസാരിക്കുന്ന രക്തം, സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. ആത്മമണ്ഡലത്തിൽ സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം സംസാരിക്കുമ്പോൾ ശത്രു നിശ്ചലനാകും, ശത്രു നിശബ്ദനാകും. സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. വാ തുറന്ന് പ്രാർത്ഥിക്കുക. കുടുംബമായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക, കുടുംബമായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക.
യെസ് 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 യെസ്. ആ ഭവനങ്ങളിൽ വലിയ ബ്രേക്ക് ത്രൂ നടക്കുന്നു. ആ വീടുകളിൽ വലിയ വിടുതലുകൾ സംഭവിക്കുന്നു. ചങ്ങലകൾ, കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ ഉടയുന്നു. നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരുന്നു. ബദ്ധന്മാർ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുന്നു. അത്ഭുത രോഗശാന്തി ഈ ഹാളിന്റെ എല്ലാ കോണുകളിലും സംഭവിക്കുന്നു. ഈ സെക്കൻഡ് മുതൽ യേശുവിന്റെ രക്തം നിങ്ങൾക്കായി സംസാരിക്കേണ്ട മേഖലകളിലൊക്കെ ആക്റ്റീവായി സംസാരിച്ചു കൊണ്ടിരിക്കുക. യേശുവിന്റെ രക്തം നിങ്ങൾക്കായി സംസാരിക്കുന്നത് കൊണ്ട് ശത്രു സൈലന്റ് ആകും. ശത്രു നിശബ്ദനാകും. ശത്രു നിശബ്ദനാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ആഴ്ചകൾ മുഴുവൻ, ഈ ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളും വലിയ ബ്രേക്ക് ത്രൂ എല്ലാ മേഖലകളിൽ ഉണ്ടായിരിക്കും. പല ഓഫീസുകൾ അത് വെളിപ്പെടും, പല സ്ഥാപനങ്ങൾ വെളിപ്പെടും. നിങ്ങൾക്കെതിരെയുള്ള കൂട്ടുകെട്ടുകളെ കർത്താവ് പൊളിക്ക്. നിനക്കെതിരെ തിന്മ 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 ചെയ്യുന്നതായ വ്യക്തിത്വങ്ങൾ തമ്മിലടിക്കുന്നത് നിങ്ങൾ കാണും. ദൈവം നിനക്കായി എഴുന്നേൽക്കുകയാണ്. ശത്രുക്കൾ ചെതറിപ്പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങൾക്കായി ചെയ്തു കഴിഞ്ഞു. വിശ്വസ്ത കർത്താവേ, നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് അയക്കുന്നു. അനുഗ്രഹമായി അങ്ങയുടെ മഞ്ഞുകൊണ്ട് നനയപ്പെട്ടവരായി അങ്ങയുടെ മഴയെ ചുമക്കുന്നവരാക്കി. ഓ ദൈവത്തിൻ്റെ കൃപയിൽ നിന്റെ മക്കളെ അവിടുന്ന് പരിപാലിച്ച് നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ച മുഴുവൻ അങ്ങയുടെ വിലയേറിയ ബ്രേക്ക് ത്രൂ അവർ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഗൂഢാലോചനയ്ക്കും ഒരു കൈയിൻ്റെ വയലിനും ഇവരെ നിശബ്ദരാക്കാൻ കഴിയത്തില്ലെന്ന് വീണ്ടും കർത്താവ് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ബെറ്റർ ബ്ലഡ്, ശ്രേഷ്ഠമായ രക്തമായ യേശുവിൻ്റെ രക്തത്തിൻ മറവിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മറച്ചു സൂക്ഷിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. മന്ത്രതന്ത്രങ്ങൾ ഉടഞ്ഞു മാറുന്ന കൃപയ്ക്കാ നന്ദി. വലിയ മഹത്വത്തിന് പ്രവർത്തിക്ക് കാരണമാക്കും. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ.